ഇപ്പൊ കുഞ്ഞുങ്ങളുടെ അതേ മാനസികാവസ്ഥയാണ് അമ്മമാരുടേത്. അതായത് കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ വീക്ഷിക്കാറില്ലേ, അതുപോലെ തന്നെയാണ്. അഞ്ജലി, ടവൽ. ആ, ഇതാ കൊണ്ടുവരാം, ഒരു മിനിറ്റ്. കുളിച്ചിട്ട് റെഡി ആയിക്കോളൂ, അപ്പോഴത്തേനും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പിന്നെ എന്താ, ഇന്നലെ തല നനച്ചില്ലല്ലോ, അപ്പൊ ഇന്ന് തല നനച്ചേക്കണേ. ശരി. ഇതാ ഇപ്പൊ കൊണ്ടുവരാം, 2 minutes. അമ്മേ, ഒന്ന് വേഗം, സമയായി അമ്മേ, ഞാൻ പോവാ. 1 മിനിറ്റ് മോനെ, ഞാൻ ഇപ്പൊ പാല് കൊണ്ടുവരാം. വേണ്ട അമ്മേ, ഞാൻ പോവാ. വന്നു. ആ ഗിഫ്റ്റ് ബോക്സ് വെച്ചില്ലേ? അയ്യോ, 1 മിനിറ്റ്. അത് മറന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഒന്ന് വേഗം കൊണ്ടാ. ഇത് ഇപ്പൊ വരാം. ഇതാ. ബൈ. ബൈ. ഞാൻ ചെയ്യുന്നത് റൈറ്റ് ആണോ റോങ് ആണോ? റൈറ്റ് ആണോ റോങ് ആണോ? റൈറ്റ് ആണോ റോങ് ആണോ? എൻ്റെ അകത്തിരിക്കുന്ന ഈ എന്നെ ആദ്യം ഞാനാണോ കണ്ടത്, അതോ അവനാണോ?
ഇത് പൂവായ ദേഹം തേനുണ്ണാൻ വാവാ രാസലീലകൾ രാവിൽ കാതോരമായി ഊളുവാൻ വാ ഇരു കൈകൾ പുണരും നേരം കാമത്തിൻ കനലായി തീർന്നു മിഴിയോരം വ്രതവും തീർത്ത് പെണ്ണിന്റെ ആശകൾ നെഞ്ചോട് ചേർക്കുമോ നിന്നിൽ ഒരു മുത്തായി മാറാൻ മോഹം കൊണ്ട് സുഖമായി ഈ പൗർണമി രാവിൽ നിന്നിൽ ചേരാൻ മന്മഥനിൻ തോണിയിലേറി സ്വർഗത്തിൻ വാതിൽ തുറന്ന് മുത്തങ്ങൾ തന്നിടും നേരം തേനല്ലേ നീ എൻ പ്രിയ സഖി വാനിൽ താരമായി മാറിൽ തിങ്കളായി സരിഗമ ശ്രുതി പാടിടാം ശ്രുതി ഞാൻ മീട്ടിടാം രതിദാഹം തീരുമോ മധുമോഹം മാറിടുമോ പൂമര പൂത്തിടുമോ പുതുമഴ പെയ്തിടുമോ മന്മഥനിൻ തോണിയിലേറി സ്വർഗത്തിൻ വാതിൽ തുറന്ന് മുത്തങ്ങൾ തന്നിടും നേരം തേനല്ലേ നീ എൻ പ്രിയ സഖി പ്രിയതമനിൻ കഥകൾ കേട്ട് സ്വർഗത്തിൻ വാതിൽ ചാരി മുത്തങ്ങൾ മാലകളാക്കി പെൺവീണയിൽ ഈ ശ്രുതി മീട്ട് ഹേയ് വെതർ അടിപൊളിയാണല്ലോ കമോൺ ഒന്ന് എൻജോയ് ചെയ്താലോ എന്തുപറ്റി ഇതൊക്കെ ശരിയാണോ? വൈ നോട്ട് കോടതി വിധിയുണ്ടല്ലോ ഇതൊന്നും തെറ്റല്ലെന്ന് തെറ്റല്ലെന്ന് പറയേണ്ടത് കോടതിയല്ല, മനസാക്ഷിയാണ്. മനസാക്ഷിയോ? ശരിയേത് തെറ്റേതെന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും വരുന്നതും തെറ്റ് തന്നെയല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തെറ്റല്ലെങ്കിൽ അത് നിറവേറ്റുന്നതിൽ എന്ത് തെറ്റാവുള്ളത്? ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നത് വെറും ഒരു ബയോളജിക്കൽ നീഡ് മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ എ സൈക്കോളജിക്കൽ നീഡ്. അരുൺ, എനിക്ക് ഹസ്ബൻഡുണ്ട്, മാത്രല്ല ഒരു മോളുണ്ട്. ഹസ്ബൻഡോ? അവനൊക്കെ ഒരു ഹസ്ബൻഡാണോ? ഒരു ഭാര്യ തനിക്ക് എന്താ വേണ്ടതെന്ന് അവനോട് പറയണോ? ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമാണോ? അയാൾ സ്വയം മനസ്സിലാക്കേണ്ടതല്ലേ? ഇതുപോലും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത്രയും നാളും ജീവിച്ചൊരു അർത്ഥം എന്താ? അതൊന്നും എനിക്കറിയില്ല അരുൺ. പക്ഷേ എന്റെ അവസ്ഥയിൽ അതൊന്നും ശരിയാവില്ല. ഒരു കല്യാണത്തിന് നമ്മള് യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടി. നിന്റെ സംസാരം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മള് ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തു, വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്തു. ഇതൊക്കെ എനിക്ക് പുതിയതാണെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞേ. നിന്നെ ഇന്ന് ആദ്യമായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഫീലിംഗ്, വെരി സ്പെഷ്യൽ. ദേ നോക്കഞ്ജലി, സൂര്യനെ പോലും മഞ്ഞുകട്ടയാക്കി മാറ്റാൻ കെൽപ്പുള്ള സൗന്ദര്യമാണ് നിന്റേത്. തണുത്ത രാത്രിയിലെ നിലാവിനെ പോലും നിന്റെ ഈ അഴക് മത്ത് പിടിപ്പിക്കും. നീ എന്റെ മുന്നിൽ നിന്ന എത്രയോ ജന്മാന്തരങ്ങളായി നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ മഹർഷിയെപ്പോലെ എന്റെ തപസ്സിന് വിഘ്നം ഉണ്ടാകും. കാലങ്ങളോളം കാത്തുവച്ച എന്റെ ഉള്ളിലെ അടങ്ങാത്ത ദാഹത്തെ നിറവേറ്റാൻ ഞാനിങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുമ്പോൾ നീ അത് സാധിച്ചു തരില്ലേ? നിന്റെ ഈ കവിതകളാ എന്നെ വീഴ്ത്തിയത്. നിന്റെ ഈ സൗന്ദര്യം കാണുമ്പോൾ എന്റെ വാക്കുകൾ കവിതയായി മാറുന്നു. Wow, you look more sexy in back, baby. You are so hot. മൂഡ് കൂടുന്നു ഡാർലിംഗ്. ഷട്ട് അപ്പ് അരുൺ. എന്താ? നീ ആഗ്രഹിക്കുന്ന സുഖം നിനക്ക് വേണ്ടേ?
സുഖമെന്ന് വെച്ചാൽ നീ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ പരിചയം പ്രണയമായി മാറിക്കഴിഞ്ഞപ്പോ നീ നിന്നെ തന്നെ മറക്കുന്നൊരു പുതിയ ലോകം കണ്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ ആ ലോകത്തെ തന്നെ മറക്കുന്ന രീതിയിൽ നീ സന്തോഷിക്കാൻ പോവാ. സന്തോഷോ? ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ട് ഒരുപാട് വർഷമായി. അതുകൊണ്ടാണല്ലോ അത് ഓർമ്മപ്പെടുത്താൻ ഞാൻ വന്നിരിക്കുന്നത്. ഇത്രയും സൗന്ദര്യം ഞാനായിട്ടെടുക്കുന്നത് ശരിയല്ല. നീയായിട്ട് തരുവാണെങ്കിൽ ഞാനത് സ്വീകരിച്ചോളാം. പക്ഷേ എന്റെ മനസ്സനുവദിക്കുന്നില്ല. നിന്റെ ശരീരത്തിന് സുഖം കൊടുക്കേണ്ടത് നിന്റെ കടമയാ. അതിന് മനസ്സിന്റെ സമ്മതം ചോദിക്കരുത്. നിന്റെ മൈൻഡിന് റൈറ്റ്സ് കൊടുക്കുക. യുനോ, മൈൻഡ് ട്രാഫിക് സിഗ്നൽ പോലെയാണ്. എല്ലായ്പ്പോഴും പറയുന്നത് കറക്റ്റായിരിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിലും കുടിക്കരുത് ചത്തുപോകുന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങളെന്താ ചെയ്യുന്നത്? മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞേ പൈൻറ്റും ഫുള്ളും ഒക്കെ വലിച്ചു കേട്ടുന്നുണ്ടല്ലോ. നിന്റെ ശരീരത്തിന് നിന്റെ മൈൻഡ് ഗ്രീൻ സിഗ്നൽ കൊടുക്കും. പക്ഷെ നിന്റെ മനസ്സത് വേണ്ടെന്ന് പിന്തിരിപ്പിക്കും. അതുകൊണ്ട് നീ നിന്റെ മനസ്സിനെ ലോക്ക് ചെയ്ത് നിന്റെ മൈൻഡ് പറയുന്ന പോലെ സന്തോഷത്തോടെ കഴിയാൻ ട്രൈ ചെയ്യും. അരുൺ, നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിനത് തെറ്റാണെന്നാ തോന്നുന്നത്. അഞ്ജലി, എന്തിനാ ഇതിനെ തെറ്റായിട്ട് കാണുന്നത്? എല്ലാവർക്കും ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടാവും. ആ ലൈഫിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ തെറ്റില്ലല്ലോ. അതിനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും നിനക്കുണ്ട്. ഇല്ല, ഒരു പെണ്ണിന് എപ്പോഴും സമൂഹത്തിന്റെ ചോദ്യത്തിനോട് ഉത്തരം പറയേണ്ടി വരുന്നു. സ്വാതന്ത്ര്യമില്ല. അതുപോലുള്ള സ്വാതന്ത്ര്യം ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, സ്ത്രീകൾക്കില്ല. അരുൺ, നിന്നെ പോലുള്ള ആണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ടാ എന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോട് അസൂയ തോന്നുന്നത്. നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ബാറിലേക്കോ ക്ലബിലേക്കോ പോയി സന്തോഷമായിട്ട് ഡ്രിങ്ക്സ് അടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇനിയെങ്ങാനും ബോറടിച്ചാലോ കാറോ ബൈക്കോ എടുത്ത് എങ്ങോട്ടെങ്കിലും ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ സെക്കൻഡ് ഷോയ്ക്കോ പോവും. നിങ്ങളോട് ആരും ഒന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് ആരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. ആണുങ്ങൾക്ക് അവരിഷ്ടപ്പെടുന്ന സമയത്ത് കല്യാണം കഴിച്ചാൽ മതി. ജോലി ചെയ്യാൻ വേണ്ടി ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും പോകാം. കല്യാണം കഴിഞ്ഞ വൈഫ് ടോർച്ചറിങ് ആണെങ്കിൽ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും അഫെയറിലാവാം. എന്നാൽ പെണ്ണിന്റെ കാര്യത്തിൽ, പഠിപ്പിലാണെങ്കിലും കല്യാണത്തിന്റെ കാര്യത്തിലാണെങ്കിലും മുതിർന്നവരുടെയൊക്കെ സമ്മതം വേണം. കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ അതിന് ഹസ്ബൻഡിന്റെ സമ്മതം വേണം. ആരോടെങ്കിലും അഫെയർ എന്നുള്ളൊരു വേർഡ് പറഞ്ഞാൽ മതി, അവളുടെ ക്യാരക്ടർ ശരിയല്ല, അവൾ ആള് ശരിയല്ല എന്ന് എല്ലാരും പറയും. അങ്ങനെയൊന്നും ഇവിടെ ആരും തന്നെ പറയില്ല. നീ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറ്റേണ്ടത് നിന്റെ കടമയാണെന്ന് നീ മറക്കരുത്. ജസ്റ്റ് റിയലൈസ്. കരുണ കാട്ടേണ്ട ദേവത തന്നെ എന്നെ ഇങ്ങനെ ഒഴിവാക്കിയ എന്റെ അവസ്ഥ എന്താവും? ദേവത, പരിശുദ്ധ, പൂ പോലുള്ളവൾ, വീടിന്റെ ഐശ്വര്യം, ഭാര്യ, ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ പ്രശംസിച്ച് പുകഴ്ത്തി വാഴ്ത്തിടും നിങ്ങൾ. പലതരത്തിലുള്ള മന്ത്രങ്ങൾ ഉരുവിട്ട്, അതുമാത്രമല്ല പലതരത്തിലുള്ള ശാസ്ത്രം, സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ് ശക്തിയെ തടവിലാക്കുന്നത് പോലെ പെണ്ണിനെ തടവിലാക്കി. ഇപ്പൊ നീയാണ് എന്നെ തടവിലാക്കിയിരിക്കുന്നത്. ആണുങ്ങളോടുള്ള നിന്റെ ഈ ദേഷ്യത്തെ നീ ഇപ്പൊ എന്നോടും കാണിക്കുന്നു. ശരിക്കും നീ എന്തിനാ എന്നെ വിളിച്ചത്? ഇപ്പൊ എന്താ ഈ പറയുന്നത്? ആശ കാണിച്ചിങ്ങനെ കൊതിപ്പിച്ച് കടന്നു കളയുന്നതേ വലിയ പാപമാണ് കേട്ടോ. അതുകൊള്ളാലോ. ഇത് ഏത് പുസ്തകത്തിലാ ഉള്ളത്? അതറിയില്ലേ, ഇതൊക്കെ നിന്നെ പോലുള്ള സുന്ദരികളെ വർണ്ണിക്കുന്ന ചരിത്രത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ, സതി സുമതി. അവളോട് ഭർത്താവ് സൂഹിക്കാൻ മറ്റൊരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞപ്പോ ഭർത്താവിനെ കൂടുതൽ ചുമന്നുകൊണ്ട് വേശ്യയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്രേ. ശരിക്കും? അങ്ങനെയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് ഇതുപോലൊരുത്തനെ എനിക്കും വേണമെന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി അങ്ങനെ എങ്ങാനും ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ അങ്ങനെ ഒരുത്തന്റെ അടുത്ത് കൊണ്ടുപോവോ? അറ്റ്ലീസ്റ്റ് നോർമലായിട്ട് സംസാരിക്കോ? അതൊക്കെ പോട്ടെ, ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? അതുപോലെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യേണ്ടി വരുന്നത്. എന്തിനാ വെറുതെ സംസാരിച്ച് സമയം കളയുന്നത്? ഇവിടെ ആരുമില്ലല്ലോ, നമ്മൾ ആഗ്രഹിച്ച പോലെ കഴിയാലോ. അങ്ങനെ ആഗ്രഹങ്ങൾ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടായാ പോരാ. ഒരു പട്ടം പറക്കണമെങ്കിൽ
കാറ്റിന്റെ കൂടെ അതിനൊരു നൂലും വേണം. അതുപോലെ ആഗ്രഹങ്ങൾക്ക് രണ്ടു വശങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനർത്ഥം ഉണ്ടാവുള്ളൂ. ഒരു പയ്യൻ പ്രേമിച്ച് തുടങ്ങുമ്പോഴുണ്ടാവുന്ന ആകാംക്ഷ സക്സസ് ആയ ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ പുതുമോടി കുറച്ചു ദിവസം കൊണ്ട് മാഞ്ഞു പോവും. അന്നൊക്കെ ഈ സാരി നിനക്ക് കൊള്ളാം, ഈ കളർ നിനക്ക് ചേരുന്നുണ്ടെന്ന് പറഞ്ഞയാൾ കുറച്ചു ദിവസത്തിനുള്ളിൽ ഏത് ഡ്രസ്സായിട്ടെന്ന് പോലും ശ്രദ്ധിക്കില്ല. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലോ അത് ശ്രദ്ധിക്കുക പോലും ചെയ്യില്ല. ആ സമയത്തൊക്കെ ടിവിയിലും മൊബൈലും ശ്രദ്ധിച്ച് കേട്ട പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കും. എല്ലാ സമയത്തും സോഷ്യൽ മീഡിയയിലും ഓഫീസ് വർക്കിലും ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു പെണ്ണ് ഒരാളെ ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവന് വേണ്ടി മാത്രമായിരിക്കും. അവനാണ് അവളുടെ ലോകം. പക്ഷേ ആ സ്നേഹം വൺ സൈഡ് മാത്രമാവുമ്പോൾ അവര് എത്ര തന്നെ നമ്മുടെ അടുത്തിരുന്നാലും നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു അകൽച്ച തോന്നും. യെസ്, അങ്ങനെയുള്ള അകൽച്ച മനുഷ്യനെ തമ്മിൽ വേർപ്പെടുത്തും, ആഗ്രഹങ്ങളെയും മാറ്റിക്കളയും. എനിക്കും എൻ്റെ ഗേൾഫ്രണ്ട് രമ്യയെ ഒരുപാട് ഇഷ്ടമാണ്. അതെ അതെ. അല്ല, നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചേ? ഫോണിൽ എന്തോ പറഞ്ഞല്ലോ നീ. ശരി, വാഷ്റൂം എവിടെയാ? ഓക്കെ. എന്നോട് ഫോണിലൂടെ ഒരുപാട് നേരം സംസാരിക്കുന്ന അഞ്ജലി നീ തന്നെയാണോ? ഞാൻ ആ അഞ്ജലിയെ കാണാനാ വന്നത്. എനിക്ക് ആ അഞ്ജലിയെ മാത്രം മതി. എന്താ, ബിസ്ക്കറ്റാണോ? ഹേയ് അല്ലല്ല, ചോക്ലേറ്റ്. ഓ വാവ്, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് നിനക്കെങ്ങനെ അറിയാം? നിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതല്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പൊ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ടേക്ക് ഇറ്റ്. അല്ല, അതിന്ന് എനിക്കും കുറച്ച് തന്നൂടെ? ഇങ്ങനെ കയ്യിൽ തരുന്നത് ശരിയല്ല കേട്ടോ. വാട്ട് അബൌട്ട് രമ്യ? എനിക്ക് രമ്യയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. 5 വർഷത്തോളം ഞങ്ങൾ പ്രേമിച്ചു. ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത്. ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. പെട്ടെന്ന് രമ്യയ്ക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവളുടെ യഥാർത്ഥ ക്യാരക്ടർ. ഷീസ് എ ബിച്ച്. വാട്ട്? അതെ, അവൾ ബാംഗ്ലൂർ പോയതിനു ശേഷം മറ്റൊരുത്തനുമായിട്ട് അടുപ്പത്തിലായി. എപ്പോൾ കോൾ ചെയ്താലും വെയിറ്റിംഗ്, എപ്പം നോക്കിയാലും ബിസി ബിസി ബിസി. എല്ലാത്തിനും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബ്ലഡി എക്സ്പ്ലനേഷൻസ്. എല്ലാം കള്ളമായിരുന്നു. ഐ കുഡിൻ ടേക്ക് ഇറ്റ് എനിമോർ. അങ്ങനെ അവളോടുള്ള എൻ്റെ വിശ്വാസം അത് നഷ്ടമായി. അതൊക്കെ കള്ളമാണെന്ന് നീ എങ്ങനെ അസ്യൂം ചെയ്തേ? എന്താന്ന് വെച്ചാ അവൾ ഒരുപാട് ചേഞ്ചസ് കണ്ടു. പ്രോപ്പറായിട്ട് റെസ്പോൺസ് ചെയ്യാതിരിക്കുക, എന്നെ അവോയ്ഡ് ചെയ്യുക, എന്നെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. സോ അങ്ങനെ ഫൈനലി ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്യേണ്ടി വന്നു. എന്നുവെച്ചാ നിനക്ക് അവളെ സംശയമായിരുന്നോ? ഓഫ് കോഴ്സ്. അവളുടെ ബിഹേവിയർ വെച്ച് അവളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലാക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അവൾ എനിക്ക് യോജിച്ചതല്ലെന്ന് എനിക്ക് മനസ്സിലായത്. അവളായിട്ട് ബ്രേക്കപ്പ് ചെയ്തതിന് എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ? റീസൺ എന്ന് ചോദിച്ചാൽ എന്ത് പറയാനാ? അവൾ തെറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായി. അതുകൊണ്ട് ഞാൻ വിട്ടു. എന്നുവെച്ചാ നീ ഒരു സംശയത്തിന്റെ പേരിൽ അവളെ ഉപേക്ഷിച്ചു അല്ലേ? അരുൺ, യഥാർത്ഥ പ്രേമത്തില് സംശയം ഉണ്ടാവില്ല, വിശ്വാസം മാത്രമേ ഉണ്ടാവൂ. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാറില്ല, പക്ഷേ എന്നെ സംശയിക്കാറില്ല. താങ്ക് ഗോഡ്.
നീ ശരിക്കും വളരെ നല്ലവളാ. നിന്നെ എങ്ങനെ സംശയിക്കേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ. പറ. ഞാൻ നല്ലവളൊക്കെ തന്നെ, പക്ഷെ നീയോ? എന്താ, ഞാൻ നല്ലവനല്ലേ? നീയും ഞാനും നല്ലവരൊക്കെ തന്നെ. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോ ഭർത്താവുള്ളപ്പോ വേറൊരാളെ വീട്ടിൽ കയറ്റി എന്നെ ആളുകൾ എന്താ പറയാ? വേറൊരാളുടെ ഭാര്യയ്ക്ക് വേണ്ടി വന്ന നിന്നെന്താ വിളിക്ക? അഞ്ജലി, നീ എല്ലാ കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നു. സിഗരറ്റ് പാക്കറ്റ്സിലും ഡ്രിങ്ക്സ് ബോട്ടിൽസിലും ആരോഗ്യത്തിന് ഹാനികരന്നുണ്ട്. എന്നിട്ടും അത് ആളുകൾ ഉപയോഗിക്കുന്നില്ലേ? നമുക്ക് കുടിക്കണമെന്ന് തോന്നുമ്പോൾ കുടിക്കണം, എൻജോയ് ചെയ്യണമെന്ന് തോന്നുമ്പോ എൻജോയ് ചെയ്യണം. കൂൾ. ഇപ്പൊ രമ്യ എവിടെയാ ഉള്ളത്? അവളും ഇപ്പോൾ ഇവിടെ തന്നെയാ വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. കാണുമ്പോൾ ഒന്ന് ചിരിക്കും. ഇപ്പോ അവൾക്കൊരു പുതിയ ബോയ് ഫ്രണ്ടും ഉണ്ട്. പക്ഷെ എനിക്കതിൽ വിഷമമൊന്നുമില്ല. എന്താണെന്നറിയോ, ഇപ്പോൾ എനിക്ക് സുന്ദരിയായൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഏയ്, ഞാൻ ആരുടെയും ഗേൾഫ്രണ്ട് ഒന്നും അല്ല. അങ്ങനെയാണോ? അപ്പോൾ നിന്റെ ഭർത്താവിന് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിലോ? ഞാൻ ജീവിച്ചിരിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാവില്ല, എനിക്കറിയാം. അങ്ങനെയുള്ള ഒരാള് സ്വന്തം ഭാര്യയുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലേ? അപ്പൊ അവൻ നല്ലവനാണോ? അങ്ങനെ ക്രൂരനൊന്നും അല്ല. വർക്ക് ബിസി. ഓഫീസില് അല്ലെങ്കിൽ വീട്ടില് ഓൾ ടൈം വർക്ക് ബിസിയാ. ഓൾവേസ് റെസ്പോൺസിബിലിറ്റീസ്, ഗോൾസ്, ടെൻഷൻ. സത്യം പറഞ്ഞ ഒരു 10 മിനിറ്റ് പോലും എന്നോട് സംസാരിക്കാറില്ല. എനിക്കും ആഗ്രഹങ്ങളുണ്ടെന്ന്, ഞാനൊരു ഹ്യൂമൻ ആണെന്നുള്ള കാര്യം അദ്ദേഹം ഓർത്താൽ മാത്രം മതി. പക്ഷെ ആണുങ്ങൾക്കാണെങ്കിൽ ഭാര്യ എപ്പോഴും ഭർത്താവിന് വേണ്ടി വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. പക്ഷേ താൻ എവിടെ വേണമെങ്കിലും പോകാമെന്ന് അവര് വിചാരിച്ചുകൊണ്ടിരിക്കും. ഭാര്യയുടെ ആഗ്രഹങ്ങൾ തന്റെ ആഗ്രഹങ്ങളാന്ന് വിചാരിച്ച് അതിനെല്ലാം പ്രാധാന്യം കൊടുത്താൽ അവൾക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അവര് മനസ്സിലാക്കുന്നില്ല. അവൾക്കിപ്പോ മൂടുണ്ടോ ഇല്ലയോ, ഭർത്താവ് എന്നാള് കല്യാണം കഴിയുമ്പോൾ മുതല് നല്ല സ്നേഹത്തോടെ അവളോട് പെരുമാറുകയാണെങ്കിൽ ഭർത്താവ് നല്ല സ്നേഹത്തോടെയാണെന്ന് അവള് മനസ്സിലാക്കിയ പിന്നെ അവർക്ക് 2 പേർക്ക് ഇടയിൽ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. എങ്കിൽ മാത്രമേ ഈ ബാക്ക് ഡോർ റിലേഷൻഷിപ്പ് ഉണ്ടാവാതിരിക്കൂ. ഏത് കാര്യത്തിനും ഒരു ഭാഗ്യം വേണം. നിന്നെപ്പോലെ അതിസുന്ദരിയായ ഒരു ഭാര്യ അടുത്തുണ്ടായിരുന്നിട്ട് പോലും എപ്പോൾ നോക്കിയാലും ജോലി ജോലി എന്ന് പറഞ്ഞൊരു പോക്ക. അതുകൊണ്ടാണ് അയാൾ ശ്രദ്ധിക്കാത്ത ഈ സൗന്ദര്യം എന്റെ സ്വന്തമാക്കാന്ന് വെച്ച് വന്നിരിക്കുന്നത്. എന്നുവെച്ചാ നീ എന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയാണോ വന്നത്? അതെ, നിന്റെ മനോഹരമായ മനസ്സ് കണ്ടിട്ടാ വന്നത്. നിന്റെ ഇന്നസെൻസ് കണ്ടിട്ട് വന്നതാ. നിന്റെ അടുത്തുള്ള എല്ലാം എനിക്ക് ഇഷ്ടമാ. ഐ ലൈക്ക് എവറിത്തിങ് ഇൻ യു ആൻഡ് ഐ മീൻ ലവ് വിത്ത് യു. ഐ ലവ് യു അഞ്ജലി. Me too. I want you. Me too. I want to kiss you. വേണ്ട അഞ്ജലി. അങ്ങേര് എന്താ ഫോൺ അറ്റൻഡ് ചെയ്തില്ലെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? നീ കുളിച്ചോണ്ടിരിക്കുന്നു പറ. എന്താ തിരിച്ചു വിളിക്കാഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? സൈലന്റ് മോഡിലായിരുന്നു, അല്ലെങ്കിൽ ചാർജിന് ഇട്ടിരിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറ. ഞാനിപ്പോ എന്താ അദ്ദേഹത്തോട് പറയാ? ഒരു ഹൗസ് വൈഫിന് കള്ളം പറയാൻ ഇത്രയും ബുദ്ധിമുട്ടാണോ? അതെ, ആണുങ്ങൾക്ക് സമ്പാദിച്ച് വീട്ടിൽ കൊടുക്കണം എന്നുള്ളതല്ലാതെ വേറെ ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ല. വീട്ടിലൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. ചോദിച്ചാലോ, ഒരു ആണിന് 100 കൂട്ടം ജോലിയുണ്ടെന്ന് പറയും. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് ടു ഡു എനിത്തിങ് എവറിത്തിങ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എത്ര പേരുടെ കൂടെ പോയി വന്നാലും എൻഡ് ഓഫ് ദി ഡേ ഒരു ഹസ്ബൻഡ് എന്ന പോസ്റ്റ് നിങ്ങൾക്ക് സേഫ് ആയിട്ടുണ്ട്. പിന്നെ അച്ഛൻ എന്ന പോസ്റ്റ് കുട്ടികളുടെ അടുത്ത് സേഫായിരിക്കും. ഇതുമാത്രല്ല, നിങ്ങൾ ആരും ഒന്നും പറയരുത്. വീട്ടിലെ ഡോർമാറ്റിനോട് നിങ്ങളുടെ ചെരുപ്പഴിച്ച് വന്നതുപോലെ നിങ്ങളുടെ സെക്കൻഡ് നേച്ചറിനെ വിട്ടിട്ട് അകത്തേക്ക് വന്നാൽ ഞങ്ങൾ എപ്പോഴും വരുന്നത് പോലെ ഒരു നല്ല വൈഫായിട്ട് പുറത്തേക്ക് വരണം. ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. അൺസെറ്റ് റൂൾ. അഗ്രീഡ്. പക്ഷെ ഒരു പെണ്ണിന്റെ കാര്യത്തില് അവൾ എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവൾക്ക് എല്ലാ പോസ്റ്റും പോവും. അപ്പോൾ ഒരു ഡോർമാറ്റിന് കൊടുക്കുന്ന വില പോലും അവൾക്ക് കിട്ടില്ല. ഓൾ ഡോർസ് വിൽ ബി ക്ലോസ്ഡ് ഫോർ എവർ. അതെന്തുകൊണ്ടാ? ഇതിനെൻ്റെ അടുത്ത് ഒരു മറുപടിയും ഇല്ല. പക്ഷെ ഒരു കാര്യം പറയാം, നീ എൻ്റെ വൈഫാണെങ്കിൽ എന്നെപ്പോലെ മറ്റൊരാളുടെ കൂടെ പോയിന്ന് ഞാൻ അറിഞ്ഞാ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല.
നിന്നോട് ഞാൻ ക്ഷമിക്കും. ഒരു പുതിയ ജീവിതം തരും. കണ്ടില്ലേ, നീ ഒരാണായതുകൊണ്ട് തെറ്റ് ചെയ്താല് നിന്റെ ഭാര്യ ഒരു ചോദ്യം പോലും നിന്നോട് ചോദിക്കരുത്. അതേ തെറ്റ് നിന്റെ ഭാര്യ ചെയ്താലോ നീ അവളോട് ക്ഷമിക്കും. ഉം. ഇതിനു മുമ്പ് നീ ഒരു കാര്യം പറഞ്ഞിരുന്നു, സുപ്രീം കോർട്ട് പോലും പെർമിഷൻ തന്നിട്ടുണ്ടെന്ന്. അതെ. അതേ നിയമം എന്താ പറയുന്നതെന്നറിയോ? കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന് മറ്റൊരാളുടെ കൂടെ ഒരു അഫയർ ഉണ്ടാവുകയാണെങ്കിൽ അവളുടെ ഹസ്ബൻഡ് അതിന് കംപ്ലൈന്റ് നൽകിയാൽ തീർച്ചയായിട്ടും അവൾക്ക് ശിക്ഷ നൽകണമെന്ന്. ഇനി ഒരുപക്ഷെ അവളുടെ ഹസ്ബൻഡിന്റെ സമ്മതത്തോടുകൂടി ആ അഫയർ കണ്ടിന്യൂ ആയാൽ അത് തെറ്റല്ല, അതിന് ശിക്ഷയൊന്നും കിട്ടില്ല. ഹസ്ബൻഡിന് സമ്മതമില്ലാതെ ഒരു പെണ്ണ് മറ്റൊരാളുടെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് തെറ്റ്. എന്നുവെച്ച വേറൊരാളുടെ കൂടെ അഫയറിലാവുന്നത് തെറ്റാണെന്ന് അറിഞ്ഞതിനു ശേഷവും ഹസ്ബൻഡ് സമ്മതം മൂളിയാൽ തെറ്റ് തെറ്റല്ലാതാവോ? ഒരു പെണ്ണെന്ന് വെച്ചാ അതവളുടെ വീട്ടിൽ പാലൊടുക്കുന്ന പശുവല്ല, ഒരു വസ്തുവുമല്ല, അതവരുടെ സ്വത്തുമല്ല. ഉം. ഒരു ഭാര്യ ഭർത്താവിന്റെ സ്വത്തല്ല എന്നത് ആ മഹാഭാരതത്തിൽ പോലും എഴുതിയിട്ടുണ്ട്. ഒരു പെണ്ണെന്ന് വെച്ചാ തന്റെ സ്വത്തെന്ന് പറയുന്നത് സമൂഹത്തിലെ ഒരു പദവിക്കും അംഗീകാരത്തിനും എന്നതല്ലാതെ അവളുടെ സ്വന്തം കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അതിനി കുറച്ചുകൂടെ പേഴ്സണലായിട്ട് എടുക്കുകയാണെങ്കിൽ അവൾ അവൾക്ക് മാത്രമാണ്. അവൾ ആരുടെയും സ്വത്തല്ല, അവൾ അവളുടേത് മാത്രമാണ്. സോറി അഞ്ജലി. വെറും പാവമായ നിന്റെ ഉള്ളില് ഇത്രമാത്രം വേദനയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. എനിക്കിപ്പോൾ 2 അഭിപ്രായമാണുള്ളത്. ഒന്ന് നിന്നെ വേണമെന്ന് പറയുന്നു, രണ്ടാമത്തേത് വേണ്ടാന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം മനസ്സ് പറഞ്ഞത് എനിക്ക് തന്നൂടെ? അപ്പോ വേണ്ടാന്നുള്ളതിന് എന്താ പറയാ? നിന്നോട് വേണ്ടെന്ന് പറയുന്ന മനസ്സ് നിന്നെ ആഗ്രഹിക്കുന്നവരെയും വേണ്ടെന്ന് പറയുന്നുണ്ടോ? വീട്ടില് അടുക്കളപ്പണി ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? തുണി അലക്കി റൂം ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ പാരന്റ്സ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പ്രോഗ്രസ് കാർഡിൽ സൈനൊക്കെ ഇട്ട് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് പറയുന്നുണ്ടോ? അതാണ് എൻ്റെ ജീവിതം. അങ്ങനെ 14 വർഷം ജീവിച്ചു തീർത്തു. അപ്പൊ നിന്നെ തടയുന്ന മനസ്സ് നീ ആഗ്രഹിക്കുന്ന മനോഹരമായ ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? ഓർമ്മപ്പെടുത്താറുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള മനസാക്ഷി എന്നോട് വേണ്ടെന്നാ പറയുന്നത്. എനിക്കൊരു പെൺകുട്ടിയുണ്ട്. അവളോട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഞാൻ എങ്ങനെ പറയാ? ഞാൻ എങ്ങനെ ഫേസ് ചെയ്യാ? പെണ്ണുങ്ങളിങ്ങനെ മനസ്സുകൊണ്ട് അടിമയായി കഴിയുന്നതിൽ നിന്ന് പുറത്തു കടന്ന് അത് തെറ്റല്ലെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയ കുട്ടികളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാനും കഴിയും. തെറ്റ് ചെയ്തിട്ട് കുട്ടികളെ ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മോളും എന്നും കൊച്ചു കുട്ടിയായിരിക്കില്ലല്ലോ. അവളും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അവളുടെയും കല്യാണം കഴിയും. തൻ്റെ അമ്മ ലൈഫിൽ എന്ത് പ്രോബ്ലത്തെ ഫേസ് ചെയ്തോ അതേ പ്രോബ്ലം അവളും തൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യും. അപ്പോൾ അവളും അതേപോലെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കും. അവളും തൻ്റെ പെൺകുഞ്ഞിനെ ഓർത്ത് ഭയന്നുകൊണ്ട് ജീവിക്കും. ഇതുപോലെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ബിക്കം നെവർ എൻഡിങ് സർക്കിൾ. തെറ്റും ശരിയും തിരിച്ചറിയാതെ വരുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നറിയോ? ക്രിയേറ്റ് എ സ്മോൾ വേൾഡ്. നിന്റെ ചുറ്റും ഒരു ചെറിയ ലോകത്തെ ക്രിയേറ്റ് ചെയ്തോ. അതിൽ നീ മാത്രമായിരിക്കണം ഡിസിഷൻ മേക്കർ. നീ മാത്രമായിരിക്കണം ജഡ്ജ്. വേറെ ആർക്കും നിന്നെ ജഡ്ജ് ചെയ്യാനുള്ള അവസരം കൊടുക്കരുത്. ഡു വാട്ട് മേക്സ് യു ഹാപ്പി. അത്രയേ ഉള്ളൂ. നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നെ നിനക്ക് ഇഷ്ടമല്ലെന്നാണോ? ഇഷ്ടമാണ്. സത്യം പറ. സത്യമായിട്ടും എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഇഷ്ടമായത്? അങ്ങേരെ എനിക്ക് തരാത്തത് എന്തോ നീ തരുന്നുണ്ട്. എന്താ അത്? ടൈം. എവിടെയോ ദൂരത്തിരുന്നു കൊണ്ട് നീ എപ്പോഴും എന്നെക്കുറിച്ച് ആലോചിക്കുന്നു. എന്നോട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും സന്തോഷം തോന്നുന്നുണ്ട്. അതെ, നീ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്കും സമയം പോകുന്ന അറിയില്ല. റിയലി? വികാരം എന്ന് പറയുന്നത് ആണുങ്ങളിൽ നിന്നുണ്ടാവുന്നതല്ല. ആദ്യം പെണ്ണിൻ്റെ ഉള്ളിൽ നിന്നും മുളച്ച് അത് പെണ്ണിൻ്റെ കണ്ണിലൂടെ ആണിൻ്റെ മനസ്സിൽ തറച്ച്
അത് അവന്റെ ഉള്ളിലെ വികാരങ്ങളെ തട്ടി ഉണർത്തും. നീ കവിയാണല്ലോ, ഇതിനെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാം. എനിക്കിതൊക്കെ അറിയാം, പക്ഷേ നിനക്കത് അറിയില്ലല്ലോ. എനിക്കും അറിയാം. എന്തറിയാവുന്ന? നിന്റെ വിശപ്പ്. ശരിക്കും അതെ, ലഞ്ച് ടൈം ആയല്ലോ. എന്താ കഴിക്കുന്നേ? നിന്റെ സൗന്ദര്യം. അയ്യോ, നിന്റെ ഒരു കാര്യം. സത്യം, നീ എന്തുമാത്രം സുന്ദരിയാണെന്ന് നിനക്കറിയോ? ഒരു പെണ്ണിന്റെ സൗന്ദര്യം എപ്പോഴാ കൂടുന്നെന്നറിയോ? അവളോട് ആരെങ്കിലും അവള് സുന്ദരിയായിരിക്കുന്നെന്ന് പറയുമ്പോ ഇനിയും അവളുടെ സൗന്ദര്യം കൂടണമെന്ന് അവൾ വല്ലാതെ ആഗ്രഹിക്കും. പക്ഷെ അത് കിട്ടാത്തപ്പോ, അവളെ ശ്രദ്ധിക്കാൻ പോലും ആരുമില്ലാത്തപ്പോ സൗന്ദര്യം എന്ന ചിന്ത പോലും ഉണ്ടാവില്ല. അത് നേരെ തന്നെയാ. പക്ഷേ നിന്നെ പുകഴ്ത്തി പറയാൻ ഞാനിവിടെ ഇല്ലേ ഡിയർ. എന്നുവച്ചാ ഞാൻ സുന്ദരിയാണെന്ന് നീ ചുമ്മാ പറയാണോ? അങ്ങനെയാണെങ്കിൽ നീ ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ കള്ളമാണല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാ. വേണമെങ്കിൽ നീ എന്റെ മനസ്സിൽ വന്ന് നോക്ക്, അപ്പൊ അറിയാം നീ എത്ര സുന്ദരിയാണെന്ന്. ശരി, ഞാൻ നിനക്ക് വേണ്ടി എന്താ ഉണ്ടാക്കേണ്ടത്? ഇന്ന് നീ ഒന്നും ഉണ്ടാക്കണ്ട, നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കി തരാം. നിനക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയോ? എന്ത് അറിയോന്നോ? കുക്കിംഗ് ചെയ്യാനായി ഞാൻ വന്നേ, ഞാൻ ഇന്നൊരു കല്യാണരാമൻ. അരച്ച മസാല, സൂപ്പർ മസാല, വാസത്തോടെ കൊണ്ടോരാം. 1 2 3 ഞാൻ ചൊല്ലിത്തരാം കൂട്ട്, കൈപുണ്യം കൂടെ തരാം. എൻ കൈപുണ്യം കൂടെ തരാം. 5 സ്റ്റാർ ഹോട്ടൽ ഡിഷ് വേണോ വേണോ, ചിക്കൻ പീസ് 4 നാളമ്മ. എന്തോ വേണം കാന്താരി പെണ്ണേ, എടി എന്തോ വേണം കാന്താരി പെണ്ണേ. ബട്ടർ ചിക്കൻ കൊണ്ടുതരാം, ഉപ്പിലിട്ട മാങ്ങ തരാം, നല്ല പുളി ഇഞ്ചി തരാം. 1 2 3 ഞാൻ നിനക്ക് ചൊല്ലിത്തരാം കൂട്ട്, കൈപുണ്യം കൂടെ തരാം. എൻ കൈപുണ്യം കൂടെ തരാം. കണ്ണീർ തൂവാതെ, കണ്ണു കലങ്ങാതെ, അവൾ കൺകോണിൽ അനുരാഗം കാവടിയാടി. 5 സ്റ്റാർ ഹോട്ടൽ ഡിഷ് വേണോ വേണോ, ചിക്കൻ പീസ് 4 നാളമ്മ. എന്തോ വേണം കാന്താരി പെണ്ണേ. 1 2 3 ഞാൻ നിനക്ക് ചൊല്ലിത്തരാം കൂട്ട്, കൈപുണ്യം കൂടെ തരാം. എൻ കൈപുണ്യം കൂടെ തരാം. കൂട്ടു മസാല, അവളിട്ട മസാല, ഒന്നു വിരൽ തൊട്ടു രുചി നോക്കി മസാല. നളപക്കം ഭീമനൊന്ന് ഞാനേ, ചിക്കൻ പീസ് 4 നാളമ്മ. തൊട്ടുകൂട്ടാൻ നീയും വാ പെണ്ണേ. 1 2 3 ഞാൻ നിനക്ക് ചൊല്ലിത്തരാം കൂട്ട്, കൈപുണ്യം കൂടെ തരാം. എൻ കൈപുണ്യം കൂടെ തരാം. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഗുഡ്, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. ഇതുവരെ ഞാനുണ്ടാക്കിയ മറ്റുള്ളവർ കഴിച്ചു എന്നതല്ലാതെ എനിക്കും ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി തരുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തു പോലുമില്ല. ആക്ച്വലി ഇതൊന്ന് കഴിച്ചു നോക്ക്, അടിപൊളിയായിരിക്കും. വാവ്, ശരിക്കും നന്നായിട്ടുണ്ട്. അമേസിംഗ്. നിനക്ക് നല്ല കൈപുണ്യമുണ്ട്. യാ, ഐ എം എ ഫുഡി. അല്ല, എന്നോടിങ്ങനെ അട്രാക്ഷൻ തോന്നാനുള്ള കാരണം എന്താ? ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്, പിന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ട്, എന്നിലുള്ള എന്നെ മനസ്സിലാക്കുന്ന നിന്നെ വേണമെന്ന് തോന്നും. ഇതൊന്നും അല്ലാതെ ഞാൻ നിന്റെ കൂടെ ചാറ്റ് ചെയ്യുമ്പോൾ വളരെ ഹാപ്പിയാണ്. എൻ്റെ ഹസ്ബൻഡ് പോലും ഒരിക്കൽ പോലും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. സംതിങ് ന്യൂ. എനിക്ക് കല്യാണം കഴിയാത്തതുപോലെ, ഞാൻ വീണ്ടും യങ്ങായതുപോലെ, ഞാൻ നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു. ജീവിതത്തിൽ ഒരു പുതിയ എനർജി കിട്ടിയതുപോലെ തോന്നി. ഞാൻ സൗന്ദര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു. ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഗുഡ്. ചുരുക്കി പറഞ്ഞ, ആദ്യമായി നീ നിന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് സാരം.
പിന്നെ നീ എന്തിനാ നിന്നോട് തന്നെ ബാധിക്കുന്നത്? മേ ബി ഓരോ പെൺകുട്ടിയുടെ മനസ്സിലും അവൾ അവളോട് തന്നെ ഒരു വര വരച്ചു വെച്ചിട്ടുണ്ടാവും. അത് മറികടക്കാൻ നല്ല പാടാണ്. ദേ നോക്ക്, ഒരു 50-60 വർഷങ്ങൾക്ക് മുൻപ് ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണിന് ഉടലുണ്ട്, അതിന് പരിശീലനം വേണം, ബുദ്ധിയുണ്ട്, അതിന് ചിന്തകൾ വേണം, മനസ്സുണ്ട്, അതിന് ജ്ഞാനവും വേണമെന്ന്. ഇതിലൂടെ അദ്ദേഹം ഒരു പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തെയാണ് വെളിപ്പെടുത്തിയത്. അദ്ദേഹം സ്ത്രീകളെ നന്നായി മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അതേ കവി ആ സ്വാതന്ത്ര്യം തന്റെ ഭാര്യ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക? ചോദിക്കണമെന്ന് ആഗ്രഹിച്ചാലും ആ കവിയും ഇല്ല, കവിയുടെ ഭാര്യയും ഇല്ല. അമ്പടി കള്ളി, നീ ചില്ലറക്കാരിയല്ലോ. ഇത്രയും കുഞ്ഞു ബുദ്ധിക്ക് അത്രയും വലിയ പസിൽ കൊടുക്കണ്ട. മേക്ക് ഇറ്റ് സിമ്പിൾ. ഇപ്പൊ ഇവിടെ ആരുമില്ല, ആർക്കും അറിയേയില്ല, ഞാൻ ആരോടും പറയുകയില്ല. പ്രോമിസ്. ഇത് ഞാൻ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുകയില്ല, ഇത് വെച്ച് നിന്നെ ഞാൻ ജഡ്ജ് ചെയ്യുകയില്ല. ഇത് നമ്മുടെ പേഴ്സണൽ മൊമെന്റ് ആണ്. എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കാവുന്ന ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പ്രോമിസ്. ആദ്യം നീ കഴിക്ക്. ഓക്കെ, ആദ്യം നീ കഴിക്ക്. എപ്പോ നോക്കിയാലും വീട്ടുജോലിയാണല്ലോ. ഇതുപോലുള്ള പണിക്കൊക്കെ നിനക്കൊരു വേലക്കാരി വെച്ചൂടെ? കുറച്ചു മുമ്പ് നീ തന്നെയല്ലേ പറഞ്ഞത് പാത്രം കഴുകുന്നതും തുണി അലക്കുന്നതും കുക്ക് ചെയ്യുന്നതും ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ശരിക്കും ഒരു സന്തോഷം കിട്ടുമെന്ന്. ഇൻഫാക്ട് ആ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഇന്ന് നീ എനിക്ക് കുക്ക് ചെയ്ത് തന്നത്? സുപ്രഭാതത്തിൽ ദേവതയുടെ ദർശനത്തിനു വേണ്ടി പൂക്കളുമായി കാത്തു നിൽക്കുന്ന ഭക്തനായി നിന്റെ മനസ്സിന്റെ വാതിൽക്കൽ ആരാധനയോടെ നിൽക്കുന്ന എനിക്ക് മോക്ഷം നൽകുകയില്ലേ ദേവി? നിന്റെ കവിതകളൊക്കെ എനിക്കിഷ്ടാ. അതെനിക്ക് നല്ല സന്തോഷം തരുന്നുണ്ട്. എന്നെയും കൂടെ കവിത എഴുതാൻ പഠിപ്പിച്ചൂടെ? ഈ കവിതയെന്ന് പറയുന്ന ഒരു കലയാണ്. അത് പഠിപ്പിച്ചു കൊടുത്താലൊന്നും എഴുതാൻ പറ്റില്ല. അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരണം. എന്റെ മനസ്സിലുണ്ടെന്നേ, പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല. നിന്റെ കണ്ണുകൾ കാണുമ്പോൾ തന്നെ ഏത് കവിക്കും മനസ്സിലാവും നിന്റെ മനസ്സ്. അങ്ങനെയാണോ കവി? ഇപ്പോഴെന്റെ മനസ്സെന്താ പറയുന്നതെന്നൊന്ന് പറഞ്ഞേ. മുല്ലപ്പൂവിനേക്കാൾ വെണ്മയുള്ളത്, ചുവന്ന റോസാപ്പൂ പോൽ ചുറ്റും മുള്ളുള്ളത്, തൊടാൻ നോക്കിയാ മുള്ളു കുത്തും. പക്ഷെ മൃദുലമായ നിന്റെ ഉടൽ സുഖത്തിനായി കാത്തിരിക്കുകയാണ്. കൊഞ്ചിക്കുഴഞ്ഞ് ഇനിയൊന്നും പറയണ്ട. വിശന്നു കഴിഞ്ഞാ ആരോട് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ഈ ഉടലിന് വിശപ്പ് വരുന്ന സമയത്ത് ആരോട് പോയി ചോദിക്കും? ഈ കവി എന്ത് പറഞ്ഞാലും ശരി, അവസാനം തന്റെ ആഗ്രഹത്തിലാണ് എത്തി നിൽക്കുന്നത്. ഓക്കെ, നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് സംസാരിക്കാം. ശരി, ഞാൻ ചെന്ന് നിനക്ക് ഐസ്ക്രീം കൊണ്ടുവരാം, എന്നിട്ട് സംസാരിക്കാം. ട്രൈ. യാ ഷുവർ. ഐസ്ക്രീം അടിപൊളിയായിട്ടുണ്ട്. ഇത് എവിടുന്ന് വാങ്ങിച്ചതാ? വാങ്ങിച്ചതല്ല, ഞാനുണ്ടാക്കിയതാ. ഓ അതെയോ? നല്ല ഉഗ്രൻ ടേസ്റ്റാ. അപ്പൊ നിനക്ക് പാചകവും നന്നായിട്ട് അറിയാല്ലേ? അയ്യോ, നിന്റെ കൈപ്പുണ്യം ഞാൻ മിസ് ചെയ്തല്ലോ. മിസ് ചെയ്തൊന്നുമില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് പോയാ മതി. വേണ്ട വേണ്ട, ഒരുപാട് കഴിച്ചാലേ വയറ് ചാടും. വയറ് ചാടിയാ കിടന്നുറങ്ങാന്നല്ലാതെ വേറെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. നിന്നെ I was just kidding. വാവ്, നിന്റെ ഇച്ചില് തന്നെ ഇത്ര സ്വീറ്റ് ആണെങ്കിൽ നിന്റെ ലിപ്പ് എന്തുമാത്രം സ്വീറ്റ് ആയിരിക്കും. കിസ് മീ. റിയലി?
ഹേ അഞ്ജലി, നിന്റെ ഈ മുത്തുപോലുള്ള ചിരി കാണുമ്പോഴേ എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയോ? ഇതിനെല്ലാം കാരണം നീയാ. അല്ല അതിരിക്കട്ടെ, നിന്റെ ഹോബീസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഹോബീസോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്ത് ഇല്ലെന്നോ? ഡാൻസിങ്, ആക്ടിങ്, സിംഗിങ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണുമല്ലോ. എനിക്ക് പാട്ട് പാടാൻ നല്ല ഇഷ്ടാ. ഓ, പക്ഷേ പാടാൻ അറിയില്ല. പിന്നെ ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ. എന്നാൽ ഇതുവരെ ഡാൻസ് ചെയ്തിട്ടില്ല. പറക്കണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പൊ ആ ഏജ് അല്ലല്ലോ. ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്താലും അത് നല്ല രസമായിരിക്കും. പ്ലീസ് എനിക്ക് വേണ്ടി ഒരേ ഒരു പാട്ട് പാട്. ഇല്ലല്ല, എനിക്ക് പാടാൻ നല്ല അറിയില്ല. കുട്ടിയല്ലേ, നിന്റെ പാട്ട് എനിക്ക് കേൾക്കണം. ഇപ്പൊ വേണ്ട, വേറൊരു ദിവസം ട്രൈ ചെയ്യാം. പറ്റില്ല, നീ ഇപ്പൊ എനിക്ക് വേണ്ടി പാടിയേ പറ്റൂ. എനിക്ക് പാടാൻ അറിയില്ല. പ്ലീസ്. അരുൺ, എനിക്ക് വിഷമാവുന്നു. ഇപ്പൊ വേണ്ട. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി തന്നെ. ഇപ്പൊ വേണ്ട, ഇനിയൊരു ദിവസം തീർച്ചയായിട്ടും പാടാം. പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് പാട്. പാട്ട് ഏത് പാട്ട്? നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. ഭക്തിഗാനം ഒക്കെയാണോ? ആ വേണ്ട വേണ്ട വേണ്ട, ഏതെങ്കിലും ഡബിൾ മീനിങ് ഉള്ള പാട്ട് പാടും. എനിക്ക് അങ്ങനെയുള്ള പാട്ടൊന്നും അറിയില്ല. സിനിമയിലുള്ള പാട്ടുകളൊക്കെ അതുപോലെയല്ലേ? എല്ലാ പാട്ടും അങ്ങനെയൊന്നും അല്ല. വാവ്, എന്ത് കലക്കനായിട്ടാ നീ പാടുന്നേ. താങ്ക്സ്. സത്യം പറയുന്നേ, ഐ സ്വെയർ, എക്സ്ട്രാ ഓർഡിനറി വോയിസ്. വല്ലാതെ സോപ്പിടല്ലേ മാഷേ. എന്റെ വോയിസ് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാനത്ര വലിയ സിംഗറൊന്നുമല്ല. അയ്യോ വെറുതെ അല്ല, ഒസലായിട്ടുണ്ട്. ഒരു തവണ പറഞ്ഞല്ലേ മതി. താങ്ക്സ്. എനിക്ക് സിംഗിങ് മാത്രല്ല, ചിലപ്പോ ഡാൻസ് കളിക്കണമെന്ന് തോന്നും, ആക്ടിങ് ചെയ്യണമെന്ന് തോന്നും. പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അതിന് അവസരം വേണ്ടേ? റിയലി? നിനക്ക് ആക്ടിങ് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡബ് മാഷ് ചെയ്യാറുണ്ട്. എന്റെ ഹസ്ബൻഡിന് ഇത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യില്ല. എന്നാ ഇപ്പൊ അപ്ലോഡ് ചെയ്യാം. വേണ്ട, നിനക്കെന്താ വട്ടാണോ? എന്നെ കുറിച്ച് ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് നിന്റെ ആക്ടിങ് ഞാൻ കണ്ടില്ലെങ്കിൽ എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കും. Come on, Hey, yeah. no way. ശ്ശെ, Hey, വാ, Arun, പറയ്. വേണ്ട പ്ലീസ്. Hey, നീ വാ, ഞാൻ പറയാം. No way. പ്ലീസ് അഞ്ജലി, ഏതെങ്കിലും ഒരു ചെറിയ ഡയലോഗ് എനിക്ക് വേണ്ടി ആക്ട് ചെയ്ത് കാണിക്കേ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഒരു സ്മോൾ ഡാൻസ് ബിറ്റ് ചെയ്യാം. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഡെഫിനറ്റ്ലി ഡാൻസ് ചെയ്യ്. ഓക്കെ. വാവ്. Hats off. താങ്ക് യു. Fantastic. പൊളിച്ചു. അഞ്ജലി, യു റിയലി ഹാവ് എ ഗുഡ് ടാലന്റ്. യാ. താങ്ക് യു. അല്ല, ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് ചോദിക്കട്ടെ? സത്യം പറയോ? ഐ നീഡ് ഓൺലി ട്രൂത്ത്. ചോദിക്ക്. അത് ഈ പെണ്ണുങ്ങളെല്ലാം പ്രപ്പോസ് ചെയ്ത ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നോ എന്ന് പറയുന്നത് എന്താ? ഒരു പെണ്ണെപ്പോഴും അവൾ പ്യൂർ ആയിരിക്കണം എന്ന് വിചാരിക്കും. അവൾ ആരുടെയെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ അതിന് അർഹതയുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ തന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടവനായിരിക്കണം. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അത് തുറന്നു പറയാത്തത്? അതിന്റെ കാരണം ആചാരങ്ങളും സമ്പ്രദായങ്ങളും. അത് വെറുതെ. നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കില്ല. വൈ? സോഷ്യൽ ഇൻസെക്യൂരിറ്റി, ഗിൽറ്റി ഫീലിംഗ്. ഓ, അപ്പൊ പേടിയാണല്ലേ? ഉണ്ടല്ലോ. അരുൺ, അരുൺ,
ചിലർ വിവാഹശേഷവും അവിഹിത ബന്ധം തുടരുന്നു. ഇതൊരു തെറ്റായ കാര്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇത് സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണെന്ന്. അരുൺ 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 ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഥയല്ല, ഇത് ജീവിതം. ഇതുപോലൊരു അവിഹിത ബന്ധം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലൊരു ബന്ധത്തിൽ അകപ്പെട്ടാൽ ആരാണെങ്കിലും എത്ര ധൈര്യശാലിയാണെങ്കിലും പകച്ചു നിന്നു പോകും. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ വേദന മനസ്സിലാകൂ. ഇതിന്റെ പരിണതഫലം മോശമായിരിക്കും. ഒരാളുടെ വിവാഹം കഴിഞ്ഞ് മറ്റേയാൾ വിവാഹം കഴിക്കാത്തയാളാണെങ്കിൽ അത് അവരുടെ മാതാപിതാക്കളെ ബാധിക്കും. അവരുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇങ്ങനെയൊരു കാര്യത്തിൽ എടുത്തു ചാടി നിങ്ങളുടെ മാനവും മര്യാദയും കളയരുത്. ഇപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് ആരാണെന്നറിയോ? ത്രില്ലിംഗ് ആയിരുന്നല്ലേ? ഹൗ ഈസ് മൈ പെർഫോമൻസ്? ഇതാണ് ത്രില്ല്. ഓ ഗോഡ്, എത്ര ടെൻഷനായെന്നറിയോ? ഒരു സെക്കൻഡിൽ എന്റെ ഹാർട്ട് നിലച്ചുപോയി. ഇഡിയറ്റ്. ഹേ അഞ്ജലി, ഞാൻ വെറുതെ തമാശ കാണിച്ചല്ലേ. എപ്പോഴും കൂളായിരിക്കുന്നു നീ. ഒന്ന് ടെൻഷൻ ആയാലും എങ്ങനെ ഇരിക്കുന്നു അറിയാനായിരുന്നു. കൂളാണെന്നോ? ഡെയിലി ഞാൻ എത്ര ടെൻഷനിലാണെന്ന് നിനക്കറിയാവോ? നീ എപ്പോഴും വീട്ടിൽ തന്നെയല്ലേ, പിന്നെ നിനക്കെന്ത് ടെൻഷൻ ഉണ്ടാവാനാ? വീട്ടിലാണെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ലേ? വീട്ടിലുള്ളവർക്ക് എത്ര ടെൻഷൻ ഉണ്ടാവും അറിയാവോ? കാലത്ത് എണീറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഓരോ സെക്കൻഡ് ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. എന്റെ ഹസ്ബൻഡ് എന്താ പറയാന്ന് ആലോചിച്ച്, എന്റെ കുട്ടികൾക്ക് എന്താ ഇഷ്ടപ്പെടാന്ന് ആലോചിച്ച്. കുട്ടികൾ ഇന്ന് കഴിച്ചത് നാളെ കഴിക്കില്ല, നാളെ കഴിച്ചത് മറ്റന്നാൾ ചോദിക്കില്ല. വീട് വൃത്തിയാക്കിയിടണം. വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനെ ഹാപ്പി ആയിട്ട് റിസീവ് ചെയ്യണം. അവർക്ക് എന്താണ് ഇഷ്ടം, എന്താണ് കൊടുക്കാന്ന് ആലോചിച്ച് ടെൻഷൻ. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് ഫോൺ ചെയ്ത് ഏതോ ഒരു ഫയൽ ചോദിക്കും. ആ ഫയൽ എവിടെയാ ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ചോദിച്ച ഉടനെ ഞാനത് എടുത്തു കൊടുക്കണം. എത്ര ടെൻഷൻ ഉണ്ടാവുന്നറിയോ? ഈ ടെൻഷനിൽ എനിക്കെന്തെങ്കിലും പറ്റിയ എന്റെ കുട്ടികളുടെ കാര്യം, എന്റെ ഹസ്ബൻഡിന്റെ കാര്യോ, ഇതും ഒരു ടെൻഷനാ. ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് നീ കാരണം ടെൻഷൻ ഉണ്ടാവാനല്ല, ടെൻഷൻ റിലീഫ് ആവാനാ. അഞ്ജലി, നീ എന്റെ മുത്തല്ലേ? പ്ലീസ് ലീവ് മീ അലോൺ. ഹേയ്, എന്താ ഇത്? ഞാൻ ആഗ്രഹിച്ചതൊന്ന്, പക്ഷെ നടന്നതും മറ്റൊന്ന്. ഹേയ്, കമോൺ അഞ്ജലി. നീ ഇത്രയൊക്കെ ഹേർട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഐ എം സോറി അഞ്ജലി. ഐ എം റിയലി സോറി ബേബ്. പ്ലീസ്. ഞാനൊരു കാര്യം പറയട്ടെ. നീ ദേഷ്യപ്പെടുമ്പോഴും കാണാൻ നല്ല സുന്ദരിയാ. നീ ഇങ്ങനെ മുന്നിലിരിക്കുമ്പോ എനിക്കൊരു കവിതയെ ഓർമ്മ വരുന്നത്. പാടട്ടെ? കവിത കേൾക്കാൻ ഇപ്പൊ എനിക്ക് മൂടില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിനക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്ക്. എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട. കം ഓൺ ഡിയർ, ചെറിയൊരു ഗിഫ്റ്റാ. ഡ്രസ്സോ? ഈ ടൈപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ അതിസുന്ദരിയായിരിക്കും. നോ. യു വിൽ ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ്. നോ, ഐ ഒരു കാന്റ്റ്. തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? No. ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും അടച്ചുമൂടി വെക്കല്ലേ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പ്ലീസ്. വേണ്ട എന്റെ അരുൺ. സുന്ദരി കുട്ടിയല്ലേ, ഒന്ന് ട്രൈ ചെയ്യുക. അരുൺ. ഈ ഡ്രസ്സിൽ അരുൺ, നീ please. സൂപ്പർ ആയിരിക്കും ഞാൻ എന്നുള്ളത് എനിക്ക് പറയുന്നത് ഉറപ്പാ. കേൾക്ക്. ഇതൊന്നും വേണ്ട.
വാവ്, ഓ, എന്തൊരു ഭംഗിയാ. നീ ഇട്ടതുകൊണ്ടാണ് ഈ ഡ്രസ്സിന് ഇത്രയും ഭംഗി കൂടിയത്. ഹലോ, പിന്നെ സോപ്പാണോ? അല്ല അഞ്ജലി, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. നീ ശരിക്കും ഒരു മോഡലിനെ പോലെയുണ്ട്. നിനക്ക് ഈ ഡ്രസ്സ് വളരെയധികം സ്യൂട്ട് ആവുന്നുണ്ട്. താങ്ക്സ്. അല്ല, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആവുന്ന സൈസ് എങ്ങനെ നിനക്ക് മനസ്സിലായത്? എന്റെ മനസ്സ് മുഴുവനും നീ മാത്രമാണ്. അതുപോലെ വിശ്വസിക്കാൻ പറ്റുമോ? അയ്യോ, ഈ പെണ്ണുങ്ങൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കത്തേ ഇല്ല. അങ്ങനെയാണോ? നീ ഇതേ കാര്യം എത്ര പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? ഹുഫ്, അതെ, ഞാനാണ് സത്യം. ഇതൊക്കെ ഞാൻ നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ആക്ച്വലി ഞാൻ നിന്നെ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമാണ് ഇന്ന് നിന്റെ സൗന്ദര്യത്തെ എങ്ങനെ വർദ്ധിപ്പിക്കുന്നത്. നിനക്ക് എന്നും ഇതുപോലെ ഇരുന്നൂടെ? എനിക്കും ഇതുപോലെ മോഡേൺ ആയിട്ട് ഇരിക്കാനാ ഇഷ്ടം. പക്ഷേ കല്യാണം കഴിഞ്ഞില്ലേ? കമോൺ അഞ്ജലി, ഈ സൊസൈറ്റിയിൽ നിന്നെപ്പോലെ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെയൊക്കെ കല്യാണവും കഴിഞ്ഞതാ. ഹാപ്പി ആയിട്ട് ഓഫീസിലേക്ക് പോകുന്നു, ഷോപ്പിംഗും ചെയ്യുന്നു. അവരൊക്കെ വർക്കിംഗ് വുമൺസാ. ഞാനോ ഹൗസ് വൈഫ്. ഹോ. ഹൗസ് വൈഫ് ഒക്കെ ഇങ്ങനെ തന്നെയാ. മൈ ഗോഡ്, നിനക്ക് ചുറ്റും നീ തന്നെ ഒരു വലിയ മതില് തന്നെ കെട്ടിവെച്ചിരിക്കുക. എനിവേസ്, ഹൗസ് വൈഫായിട്ട് ജീവിക്കുന്നത് വളരെ കഷ്ടമാണ്. യു ആർ റിയലി ഗ്രേറ്റ്. സല്യൂട്ട് ടു ഓൾ ഹൗസ് വൈഫ്സ്. താങ്ക് യു. ഏയ്, കണ്ടോ നീ എന്തുമാത്രം സുന്ദരിയാണെന്ന്? നിനക്കൊരു കാര്യം അറിയാമോ? നിന്നെ ബോയ് എന്ന് പറയും, എന്നെ മാരീഡ് വുമൺ എന്ന് പറയും. സത്യം പറഞ്ഞ നമുക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേ ഏജ് അല്ലേ? ഇതിനേക്കാൾ ഭീകരായിട്ടൊരു കാര്യമുണ്ട്. എന്റെ ഏജിലുള്ള കുട്ടി എന്നെ ആന്റി എന്ന് വിളിക്കും. ഇപ്പൊ നീ ഒന്ന് പുറത്തുപോയി നോക്ക്. പയ്യന്മാര് മൊത്തവും നിന്റെ പുറകെ തന്നെയായിരിക്കും. കേൾക്കാനൊക്കെ നന്നായിട്ടുണ്ട്. ഞാൻ ഈ ഏജില് കൊച്ചിന്റെ അമ്മയായി. കണ്ണടച്ച് തുറന്നപ്പോ ലൈഫേ തീർന്നുപോയി. ഞാൻ കുട്ടിക്കാലം മുതല് ഒരുപാട് സ്വപ്നം കണ്ടു. ബട്ട് ലൈഫ് ഈസ് ഗോൺ. കമോൺ അഞ്ജലി, നീ നിന്റെ ലൈഫ് തീർന്നു എന്ന് പറയുന്നിടത്തു നിന്ന് നിനക്കൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്നാ ഞാൻ പറയുന്നത്. ഇതൊരു എൻഡ് അല്ല, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. നീ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കേ. നിന്റെ ഉള്ളിൽ നീ ഒളിച്ചു വെച്ച ആ യഥാർത്ഥ പെണ്ണിനെ ഞാൻ തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരും. നിന്നെപ്പോലൊരു സുന്ദരിയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അത് ഞാൻ നിനക്കിപ്പോ കാണിച്ചു തരാം. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നത്. എന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് സുന്ദരിയായിരിക്കാൻ തന്നെ ഇഷ്ടം. ഇങ്ങനെ ഒരുങ്ങണമെന്നൊക്കെ തോന്നാറുണ്ട്. മോഡേൺ ഡ്രസ് ഇടാനും ഇഷ്ടമാണ്. അങ്ങനെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയാ മതി. ഫിഗറ്, ചരക്ക് എന്നൊക്കെ വായി തോന്നിയത് പറയും. നിങ്ങളുടെ നോട്ടവും പുകഴ്ത്തലും ഒക്കെ അതൊക്കെ കൊള്ളാവുന്ന കാര്യ. അത് ഞങ്ങളെ മനസ്സിലാക്കി എൻജോയ് ചെയ്യുന്ന തരത്തിലൊക്കെ ഓക്കെ. പക്ഷേ ഞങ്ങളെ വേറെ കണ്ണോടെ നോക്കി പല പല കമന്റ്സ് അടിച്ച് ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഡ്രസ് ഇടുന്നത് തെറ്റാണോ? അഞ്ജലി, ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മുഴുവനും കോംപ്ലിമെന്റ്സ് മാത്രമായിരുന്നു. എന്റെ കണ്ണുകൾക്ക് നീ എന്ത് സുന്ദരിയാണെന്നറിയോ? യു ആർ സോ ക്യൂട്ട്. താങ്ക് യു. അഞ്ജലി, എന്താ ഇത്? എന്നെ പോലുള്ള ഹൗസ് വൈഫിന് എക്സ്പോസിംഗ് ഒട്ടും ശരിയാവില്ല. ഞാൻ ടീനേജ് പെൺകുട്ടിയൊന്നല്ലോ. നീ എങ്ങനെ ഇരുന്നാലും എന്റെ കണ്ണുകളില് നീ ഒരു ദേവതയായിരിക്കും. വാ, നിനക്ക് നല്ല സൂപ്പർ ഫോട്ടോസ് എടുത്തരാം. വാ. ചെണ്ടുമല്ലിപ്പൂവേ പണ്ടുപോലെ ഞാനും തേനുകരാൻ വരാം. ഉള്ളിലുള്ള മോഹം പൂവണിഞ്ഞ നേരം ഞാൻ നിന്നിൽ ചേരാ. വെണ്ണില എൻ ജാലകത്തിനരികെ നെഞ്ചിലെ ഒരു വെൺപിറാവ് പോലെ ഒരു കൂട്ടിനായി വാ, നിലാവ് പോലെ വാ, സുഗന്ധമായി വാ. കാത്തു നിന്നിടാ, അലിഞ്ഞു ചേർന്നിടാ, പടർന്നു പോവിടാ. പെൺമതൻ ചൂടാലെ വാ, പെണ്ണെ നിരാഗമായി വാ. കണ്ണോട് കണ്ണോരമായി, കാതോട് കാതോരമായി, രാവുകൾ ചടുല താളമായി, രാ
ചൂടി മുത്തം തരാം. മാറത്ത് തല ചോയ്ച്ചിടാ തോളോട് തോൾ ചേർത്തിടാ പെണ്ണേ എൻ സ്വന്തമല്ലയും കണ്ണേ നിൻ ശ്വാസമായി ഞാനും ഒരു കൂട്ടിനായി വാ നിലാവ് പോലെ വാ സുഗന്ധമായി വാ കാത്തു നിന്നിടാ അലിഞ്ഞു ചേർന്നിടാ പടർന്നു പോവിടാ ഒരു കൂട്ടിനായി വാ നിലാവ് പോലെ വാ സുഗന്ധമായി വാ കാത്തു നിന്നിടാ അലിഞ്ഞു ചേർന്നിടാ പടർന്നു പോവിടാ വാവ് സൂപ്പർ. ഫോട്ടോസ് ഒക്കെ കിടുവായിട്ടുണ്ട്. റിയലി സർപ്രൈസിങ്. ഞാൻ ഇത്രയും ക്യൂട്ടാണോ എന്ന് എനിക്ക് എന്നെ ഡൗട്ട് തോന്നുന്നു. അപ്പോ ഇപ്പോഴെങ്കിലും സമ്മതിച്ചു അല്ലേ? ഭംഗിയുള്ളതിന് ഞാൻ കൂടുതൽ ഭംഗിയുള്ളതാക്കുമെന്ന്. ഓ ശരി, ഞാൻ സമ്മതിച്ചു. ഏയ് എന്തുപറ്റി? കാല് വേദനിക്കുന്നു. വെയിറ്റ് ആ കാലിങ്ങോട്ട് വെച്ചേ. എവിടെയാ? ഇവിടെയാണോ വേദന? ഇവിടെയാണോ? ഇവിടെ. അവിടെ അല്ല. ഇവിടെയാ? ആ ഇവിടെ തന്നെ, ഇവിടെ തന്നെ. ആ ഉം. ഉഫ്. അരുൺ, ആണുങ്ങള് പെണ്ണുങ്ങളുടെ കാല് പിടിക്കുന്ന സമയത്ത് ഷേമിങ് തോന്നാറില്ലേ? വേദന കുറഞ്ഞോ? കുറഞ്ഞോന്ന് ചോദിച്ച് നീ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. ഞാൻ നിന്റെ കാലിൽ പിടിച്ചിട്ട് പോലും ഇങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല കേട്ടോ. ഞാൻ നിന്നെ കുറിച്ചല്ല ചോദിച്ചത്, ഞാൻ വേറെ ആണുങ്ങളെ കുറിച്ചാ ചോദിച്ചത്. പറയ, പെണ്ണുങ്ങളുടെ കാല് പിടിക്കുന്ന സമയത്ത് ആണുങ്ങൾക്ക് ഷേമിങ് തോന്നാറുണ്ടോ? അങ്ങനെ കരുതേണ്ട കാര്യം എന്താ? ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ സത്യഭാമയുടെ കാലിൽ പിടിച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെയാ. ആക്ച്വലി എന്നെ പോലുള്ള ആണുങ്ങൾക്ക് നിങ്ങളുടെ കാലുകളിൽ പിടിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. എന്റെ അമ്മോ, സത്യാണോ? സത്യമാണെന്നേ. നിങ്ങൾ വാശി പിടിക്കുമ്പോൾ നിങ്ങളുടെ കാലിൽ പിടിക്കുന്നു, നിങ്ങളെ സമ്മതിപ്പിക്കാൻ വേണ്ടിയും കാലിൽ പിടിക്കുന്നു. ഇനി കല്യാണം കഴിഞ്ഞ ആണാണെങ്കിൽ ഭാര്യ തന്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറയുമ്പോ അപ്പോഴും കാലിൽ പിടിക്കും. കൂടുതൽ പറയുന്നത് എന്തിനാ? മറ്റേ കാര്യം തുടങ്ങുന്നത് തന്നെ കാലിൽ പിടിച്ചോണ്ടാ. ഞാൻ ചോദിച്ചത് ബെഡ്റൂമിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നടക്കുന്ന കാര്യത്തെക്കുറിച്ചാ. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണെങ്കിൽ ആചാരം, കീഴ്വഴക്കങ്ങൾ, നാട്ടുനടപ്പ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ആ തലമുറയായിട്ടുള്ള നിങ്ങളുടെ അഹങ്കാരം തല നിറച്ചു ഈഗോയാ. ഹോ ശരി ലീവ് ഇറ്റ്. നമുക്ക് വേറെ ടോപ്പിക് സംസാരിക്കാം. എന്നെ ചിരിപ്പിക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാ. അല്ല, നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? വേറെന്ത് ചെയ്യാനാ? ഡ്രസ്സിലോ അല്ലെങ്കിൽ പാത്രത്തിലോ കാണിക്കും. ഇനി നിനക്ക് അതിന്റെ ആവശ്യമില്ല. നിനക്ക് ദേഷ്യം വരുവാണെങ്കിലേ എന്നെ അടിച്ചോ. ഏയ് വേണ്ട, വിട്. Give me your hand. എന്താ നോക്കുന്നേ? എനിക്ക് ആസ്ട്രോളജി അറിയാം. നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയാം. അങ്ങനെയാണോ? എന്നാ പറ. കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ പഠിക്കാൻ നീ മിടുക്കിയായിരുന്നെങ്കിലും നീ പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നിന്റെ കല്യാണവും കഴിഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞത് നീ എന്നോട് തിരിച്ചു പറയുന്നല്ലേ? അല്ല നിന്റെ കയ്യിലുള്ള കാര്യങ്ങളാ ഞാൻ പറഞ്ഞു. അതെ മോനെ, പെണ്ണുങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡാ നോക്കാറ്. അതൊക്കെ പോട്ടെ. കല്യാണത്തിന് മുൻപ് നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലായിരുന്നോ? ബോയ് ഫ്രണ്ട്, എ ഗേൾ നീഡ്സ് എ ബോയ് എന്ന് മനസ്സിലാക്കും മുമ്പേ എനിക്ക് കല്യാണം കഴിഞ്ഞു. അപ്പൊ നിന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടല്ലേ? എന്റെ ടീനേജ് ഏജില് കോളേജിലെ ചെറുക്കന്മാരൊക്കെ എന്നെ വായി നോക്കുന്നെന്ന് മനസ്സിലാക്കിയപ്പോ എനിക്ക് നല്ല സന്തോഷം തോന്നിയിട്ടുണ്ട്. എനിക്കൊരു ലവ് ലെറ്ററും കിട്ടിയിട്ടുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ. ഹീസ് ബാലാജി. യാ, യുനോ, അവൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. നിന്നെ കാണുമ്പോൾ വീട്ടിലെ തുളസിച്ചെടിയെ പോലെയും അമ്പലത്തിലെ ദേവിയെ പോലെ പരിശുദ്ധയായിട്ട് തോന്നുമെന്ന്. വാവ്, അവൻ സത്യം തന്നെയല്ലേ പറഞ്ഞത്? അവനെ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ധൈര്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് എങ്ങനെയൊക്കെയോ ധൈര്യം വന്നപ്പോഴത്തേനും എന്റെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം പിന്നെന്താ, ഹസ്ബൻഡ്, മോള്, പിന്നെ ഫാമിലി, പിന്നെ അമ്പലങ്ങളും.
സോ അതിനുശേഷം നിനക്കൊരിക്കലും ജോലിക്കൊന്നും പോകാൻ തോന്നിയിട്ടില്ലേ? കല്യാണത്തിന് മുമ്പ് തന്നെ എന്റെ ഹസ്ബൻഡ് ഇട്ട കണ്ടീഷൻ അതായിരുന്നു, ഞാൻ ഒരിക്കലും ജോലിക്ക് പോകരുതെന്ന്. കല്യാണത്തിന് മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും അറിയാത്ത നീ പെട്ടെന്ന് നിന്റെ ലൈഫിലേക്ക് വന്ന ആളുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയത്? അന്ന് വരെ ആണുങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞ പാരന്റ്സ് തന്നെ മുൻപരിചയമില്ലാത്ത ഒരാളുമായിട്ട് ഫീലിങ്സ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഏത് പെണ്ണാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാ. പിന്നെ അങ്ങോട്ട് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ആയേ തീരൂ. ലൈഫിൽ ഫുള്ളും മെമ്മറബിൾ മൂമെന്റ് എന്നൊരു സാധനമല്ല, ഒരു സമയത്തും നല്ല ഫീലിങ്സ് ഉണ്ടാവില്ല. എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? നിന്റെ ഹസ്ബൻഡിനോടൊപ്പമുള്ള റൊമാൻറ്റിക് മൊമെന്റ്സിനെ കുറിച്ച് പറ. മറ്റൊരാളുടെ കൂടെയുള്ള റൊമാൻറ്റിക് ഫീലിംഗിനെ കുറിച്ച് അറിയാൻ എന്തിനങ്ങനെ വേഴ്സ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലെന്തായിരിക്കുന്നത് പ്ലീസ്? ആ, ഓർമ്മ വന്നു. ആണോ? ആ ശരി ശരി വാ. പ്ലീസ്. നീ വന്നതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ട കാര്യം തന്നെ ഞാൻ മറന്നുപോയി. അഞ്ജലി, ഈ പെണ്ണുങ്ങൾ എന്താ എപ്പോ നോക്കിയാലും വാ തോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? പെണ്ണുങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യണമെന്ന് നല്ല താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഷെയർ ചെയ്താൽ മാത്രമേ അവരുടെ ഇമോഷൻസിന് കംപ്ലീറ്റ്നെസ് കിട്ടൂ. അതുകൊണ്ടാ അവരെന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാരൻസിനോട്, ഹസ്ബൻഡിനോട്, കുട്ടികളുടെ അടുത്ത്, സിബിലിങ്സിനോട്, ഒടുവില് നിന്നെ പോലെ ക്ലോസ് ആയിട്ട് ഇടപഴകുന്ന ചെറുക്കന്മാരോട്. അത് തന്നെ ഈ ആണുങ്ങളുടെ ബുദ്ധി. ആണുങ്ങൾ മോസ്റ്റ്ലി പെണ്ണുങ്ങളെ കുറിച്ചായിരിക്കും സംസാരിക്കുക. അങ്ങനെയാണോ? എങ്കിൽ പിന്നെ നീ ഇപ്പൊ എന്താ ആലോചിക്കുന്നേന്ന് പറഞ്ഞേ. പറയണോ? നിന്നെ ഇങ്ങനെ പിടിച്ച് പൊക്കാൻ തോന്നുന്നു. Hey, stop! Stop! വിട്. Hey. നിന്നുണ്ടല്ലോ. ഈ ബക്കറ്റ് എടുക്കാതെ എന്നെ പിടിച്ച് നോക്കട്ടെ. നിന്റെ കൂടെ ഇരിക്കുമ്പോ സമയം പോകുന്നത് അറിയുന്നില്ല. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്നതില് ഇങ്ങനെ സന്തോഷം കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നീ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കാൻ ഞാൻ റെഡിയാ. ഓ താങ്ക് യു. നിനക്ക് ചെസ് കളിക്കാൻ അറിയാവോ? ചെസ് ഞാൻ നന്നായിട്ട് കളിക്കും. എന്നാ പിന്നെ വാ. ഈ ചെസ് ഗെയിമും നമ്മുടെ ലൈഫായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അങ്ങനെയാണോ? യെസ്. ഈ ചെസ് ബോർഡിൽ ബോക്സസ് ഒക്കെ ഹാഫ് ബ്ലാക്കും ഹാഫ് വൈറ്റും ആയിരിക്കും. അതായത് രാത്രിയും പകലും പോലെ, ദുഃഖവും സന്തോഷവും പോലെ. പറഞ്ഞത് മതി. ചെക്ക്. സുന്ദരിയായ ഒരു പെണ്ണിനോട് തോൽക്കുന്നതിലും ഒരു സന്തോഷമുണ്ട്. ഓ, ജയിച്ചത് പെണ്ണുങ്ങളാണെങ്കിൽ എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാ പറയാറ്. അങ്ങനെയാണോ? നിന്നെപ്പോലെ കഴിവുള്ള ഒരു പെണ്ണിനോട് തോൽക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്താ മതിയോ? കളിക്കുന്നതില് ആണും പെണ്ണും എന്നൊന്നുമില്ല, ജയം അല്ലെങ്കിൽ തോൽവി. നിന്നെപ്പോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ മനസ്സിലാക്കുന്നത് ശരിക്കും ബുദ്ധിമുട്ടാ. നിങ്ങൾ വളരെ ദേഷ്യവും ഗൗരവവും ഉള്ളവരും ആയിരിക്കും, ദ്രൗപദിയും സത്യഭാമയും പോലെ. അഞ്ജലി, വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? നീ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്നിട്ട് നീ എന്തായി ചെയ്യുന്നത്? അഞ്ജലി, അഞ്ജലി. നോ അരുൺ. എന്നെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ? നോ അരുൺ. പ്ലീസ് അഞ്ജലി.
വാട്ട് ഹാപ്പൻ? ആർ യു ഓക്കെ അഞ്ജലി? നീ ഇപ്പോ ഹാപ്പിയാണോ? ഒരു പെണ്ണെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാന്ന് നിനക്കറിയാമോ? അവളുടെ ഹസ്ബൻഡ് എപ്പോഴാണോ അവളെ സ്നേഹത്തോടെ നോക്കുന്നത്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നത്, അസുഖമാണെങ്കിൽ ഒരു ചെറിയ കെയറിങ്, 10 പേരുടെ മുമ്പിൽ വെച്ച് നൽകുന്ന റെസ്പെക്റ്റ്, ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറയുന്ന താങ്ക്സ്, ഒരു പുഞ്ചിരി, ചെറിയ ഗിഫ്റ്റ്, നീ സുന്ദരിയാണെന്ന് പറയുന്ന വാക്കുകൾ, പെട്ടെന്ന് സ്നേഹത്തോടെ അവളെ ഹഗ് ചെയ്യണം, പ്രതീക്ഷിക്കാത്ത സമയത്ത് കിസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ട്രൂ. ഐ എം ഇൻ ലവ് വിത്ത് യു. സത്യമാണ് അഞ്ജലി, എൻ്റെ മനസ്സ് നിറയെ നിന്നോടുള്ള സ്നേഹമാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹഗ് ചെയ്യുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു സെക്കൻഡിൽ ഇല്ലാതാവും. അതിനു മുമ്പുണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറും. അയാളെ നീ പ്രേമിക്കുന്നുണ്ടോ? ഏത് ഭാര്യയാണെങ്കിലും ഹസ്ബൻഡിനെ പ്രേമിക്കാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞിട്ടെന്താ, അങ്ങേരുടെ വഴിക്കായിരിക്കും. കുടുംബജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പാദിക്കുന്നതും സുഖം എന്ന് വെച്ചാൽ അങ്ങേര് തരുന്നത് മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. എനിക്കൊരു മനസ്സുണ്ട്, ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവില്ല. അയാളെ ആദ്യം മാറ്റി നിർത്തിയിട്ട് നിന്റെ മനസ്സിന് ഇഷ്ടമുള്ളത് നിനക്ക് ചെയ്തൂടെ? എന്റെ മനസ്സിനോട് എന്തോ വേണമെന്ന് പറയുന്നുണ്ട്. There you are. നിനക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. പ്ലീസ് ഒരേ ഒരു മിനിറ്റ്, ഇതെല്ലാം നീ മറന്നേക്ക്. അപ്പോ ബാക്കി കിടക്കുന്ന മിനിറ്റൊക്കെയോ? അഞ്ജലി, ദേ നോക്ക്, നീ നിന്നെ മാത്രം ആലോചിച്ചാൽ മതി. നോ, എനിക്കതിന് കഴിയില്ല. പ്ലീസ് അഞ്ജലി, വി ആർ ഗ്രോൺ അപ്പ്. ഓഫ് കോഴ്സ്. പക്ഷേ അഞ്ജലി, നമ്മുടെ ജീവിതത്തിൽ തിരുത്താൻ പറ്റാത്ത തെറ്റൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഇതാരറിഞ്ഞാലും തെറ്റാണെന്ന് മാത്രമേ പറയൂ. ഇത് നമുക്ക് രണ്ടുപേർക്കിടയിലുള്ളതാ, വേറൊരാളെ എങ്ങനെ അറിയാനാ? പറ. എനിക്കിത് വേണ്ട. വേണം. ഐ ലവ് യു, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ഫ്രം യു. ഐ ഡോണ്ട് വാണ്ട് ടു ലവ് യു. അഞ്ജലി, പ്ലീസ് ഈ കൺഫ്യൂഷൻസ് ഒന്ന് ഒഴിവാക്ക്. ഇതെല്ലാം കളഞ്ഞിട്ട് എന്റെ കൂടെ വാ. നമുക്ക് രണ്ടുപേർക്കും ദൂരെ എങ്ങോട്ടെങ്കിലും പോവാം. ലൈഫ് ലോങ് നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് അഞ്ജലി, പ്ലീസ്. അഞ്ജലി, നീ എന്താ ഈ ആലോചിക്കുന്നത്? എന്തിനാ ഈ സൈലൻസ്? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, റിലേഷൻഷിപ്പിലുള്ള സമയത്ത് തൊടുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നു. തൻ്റെ മുമ്പിലുള്ള ആള് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. വാട്ട്? ഒരു പെണ്ണിന്റെ മനസ്സാണെങ്കിലും ഫീലിങ്സ് ആണെങ്കിലും ഭർത്താവ് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അങ്ങനെ കിട്ടാത്തത് കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഭർത്താവിനോടുള്ള സ്നേഹം കുറയും, റെസ്പെക്റ്റും കുറയും. താല്പര്യമില്ലാത്തപ്പോൾ വേറെന്താണ് ആഗ്രഹിക്കുക? തനിക്കിഷ്ടപ്പെട്ട പോലെ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ജീവിതത്തിൽ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കും. ഇപ്പൊ എന്നെയല്ലേ നീ കണ്ടുമുട്ടിയിരിക്കുന്നത്? നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് കിട്ടും. ഇതിൽ കൂടുതൽ നീ ഒന്നും ആലോചിക്കരുത്. എന്നെ നീ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ആഗ്രഹങ്ങളൊക്കെ നീ പൂർത്തിയാക്ക്. അതിനുള്ള എല്ലാം ഞാൻ തരാം. ഒരു പെണ്ണിനെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യം ഈ ലോകത്തില്ല. മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും സംസാരത്തിലും പ്രവൃത്തിയിലും എങ്ങനെയൊക്കെ ആണെങ്കിലും അവളെ തൃപ്തിപ്പെടുത്താന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് കാരണം ഒരാഗ്രഹം നിറവേറിയാൽ മറ്റൊരാഗ്രഹം ഉണ്ടാവും. മറ്റൊരാഗ്രഹം നിറവേറിയാലോ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഒരു പെണ്ണിന് മാത്രമേ ഉണ്ടാവൂ. അഞ്ജലി, ആദ്യം നീ തത്വം പറച്ചിലൊക്കെ ഒന്ന് നിർത്ത്. കഴുത്തിൽ ഒരു താലി കെട്ടി എന്ന കുറ്റത്തിന് ഒരു പെണ്ണ് ഇത്രയും നരകമൊക്കെ അനുഭവിക്കണോ? എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ കൂടുതലാ. ഇത് നോക്കഞ്ജലി, ഞാൻ പറയുന്നത് കേൾക്ക്. ഇതെല്ലാം മറന്നിട്ട് നീ എന്റെ കൂടെ വാ. എത്ര തവണ പറഞ്ഞിട്ട് എന്താ മനസ്സിലാവാത്തത്?
അഞ്ജലി, നിനക്ക് കിട്ടിയ നല്ലൊരു ചാൻസ് നീ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. ആ ലൈഫ് ഒട്ടും പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടല്ലേ നീ നിന്റെ ഭർത്താവിനോടൊപ്പം ഹാപ്പി അല്ലാതിരിക്കുന്നത്? ശരിയായ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബത്തിൽ അകൽച്ച ഉണ്ടാവുമെന്ന് ഇവിടെയുള്ള പല ആളുകളും ചിന്തിക്കുന്നുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധമെന്നത് ദാമ്പത്യത്തിൽ മാത്രമല്ല, ആഴമായ സ്നേഹത്തിലുണ്ട്. പക്ഷെ ലോകത്തുള്ള പല ആളുകളും ദാമ്പത്യ ജീവിതം ഇല്ലെങ്കിൽ അവർക്കിടയിൽ ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. 2 ആണുങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ, 2 പെണ്ണുങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ അവർക്കിടയിൽ ശാരീരിക ബന്ധം മാത്രമേ ഉള്ളൂ എന്ന താഴ്ന്ന ചിന്താഗതിയാ സമൂഹത്തിന്. അഞ്ജലി, ദയവേദി ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. നീ നിനക്ക് ഇഷ്ടമില്ലാത്തൊരു സർക്കിളിൽ കുടുങ്ങിയിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ കഷ്ടപ്പെടുവാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിക്കാന്ന് വിചാരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്ക്. എന്റെ കൂടെ വന്നൂടെ? അരുൺ, ഞാൻ പറയുന്നത് കേക്ക്. ഞാനിതൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എനിക്കിതെല്ലാം ഇപ്പോ വേണ്ടെന്നാ മനസ്സ് പറയുന്നത്. പ്ലീസ് അഞ്ജലി, ദയവേത് പറയുന്നത് മനസ്സിലാക്ക്. നിന്റെ കൂടെ വന്ന നാട്ടുകാരെന്താ പറയാ? ആരെന്ത് പറഞ്ഞാലും നമുക്കെന്താ? നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് നീ കരുതുന്ന നിന്റെ സന്തോഷത്തെ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് നീ മിസ്സാക്കരുത്. ഇതുപോലൊരു ചാൻസ് ഇനി വീണ്ടും വരണമെന്നില്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിച്ച നല്ലവൾ നിന്റെ കൂടെ വന്നാൽ മോശക്കാരിയാവും. ബുൾഷിറ്റ്. അഞ്ജലി, ഫോണിൽ ഞാനാണല്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴാണെങ്കിലോ നേരെ തിരിച്ചു. നിന്നെപ്പോലുള്ള സ്ത്രീകളെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ കഷ്ടോ? അരുൺ, ഇതൊരു ടാറ്റു പോലെയാ. ഒരാവേശത്തില് നമ്മളത് കുത്തുകയാണെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ചാലും മായ്ക്കാൻ പറ്റില്ല. തുടക്കത്തിൽ അത് നല്ല ആർട്ടിസ്റ്റിക് ആണെന്ന് തോന്നും. പിന്നെ പിന്നെ മായ്ക്കാൻ പറ്റാത്ത മറുക് പോലെ ആയി തീരും അത്. മരിക്കുന്നത് വരെ ആ ഗിൽട്ടി ഫീലിംഗ് നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. ദേ നോക്ക്, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ഞാനിവിടെ ആദ്യമായിട്ട് വന്നിരിക്കുക. ഒരുപക്ഷെ ഇത് അവസാനത്തേതും ആയിരിക്കാം. നീ മനസ്സിലാക്കണം, ആഗ്രഹത്തിന്റെ പേരിൽ ഒരു നിമിഷത്തിന്റെ സുഖത്തിന് വേണ്ടി ക്യാരക്ടർ ഇല്ലാതാക്കി എന്റെ ജീവിതം നശിപ്പിക്കാൻ പറ്റില്ല. Are you crazy? Why can't you start a new life? ന്യൂ ലൈഫ് എന്ന് വെച്ചാൽ എന്താ? അത് കാണിച്ചു തരാൻ എനിക്കൊരു അവസരം താന്ന് പറഞ്ഞ് ഞാൻ നിന്നോട് കെഞ്ചിക്കൊണ്ടിരിക്കുക. നിനക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം. അതിനുശേഷം നീ ലൈഫിൽ ഒന്നിനെ കുറിച്ച് ഓർത്തും സങ്കടപ്പെടില്ല. ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇയാളെ കല്യാണം കഴിച്ചാൽ ഞാൻ സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടാവും, അയാളുടെ കൂടെ പോയാൽ എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷേ റിയാലിറ്റി എന്താന്ന് വെച്ചാ ജീവിതം എല്ലാവരുടെ അടുത്തും ഒരുപോലെ ആയിരിക്കും. അതാദ്യം അക്സെപ്റ്റ് ചെയ്യണം. വി ഹാവ് ടു മൂവ് ഓൺ. ബാക്കിയൊക്കെ നമ്മുടെ തോന്നല് മാത്രം. 2 കുട്ടികളുടെ അമ്മയായ ഞാൻ എന്റെ ഭർത്താവിന് ഗുഡ് ബൈ പറഞ്ഞ് പുറത്തു വന്ന് ഞാനെന്ത് ചെയ്യാനാ? എന്റെ ലൈഫ് അത്രയ്ക്ക് ബോറൊന്നുമല്ല. ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. പുറത്തുപോയി ജോലി ചെയ്യുന്നവർ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടോ ഞാനും അത്രയ്ക്കൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ലൈഫ് നല്ലതാണ്. ഐ എം ഓൾസോ ഹാപ്പി. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ മിഡിൽ ക്ലാസ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് സ്വന്തം വീട് പോലും ഉണ്ടായിരുന്നില്ല. വളരെ തുച്ഛമായ ശമ്പളത്തിന് എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് ഇത്രയും വലിയ വീട്, കാറ്, പദവി, അന്തസ്, നല്ല ലക്ഷറി ലൈഫ് എല്ലാം ഉണ്ട്. ഞങ്ങളൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നല്ല ഐഡന്റിറ്റി ഉണ്ട്, റെസ്പെക്റ്റ് തരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാ? എൻ്റെ ഹസ്ബൻഡ് കാരണം. പാവം മിഡിൽ ക്ലാസ് ആയി കഷ്ടപ്പെട്ട് പതുക്കെ പതുക്കെ മുന്നേറാൻ എത്ര ദിവസങ്ങൾ ഉറക്കം ഇളച്ചിരുന്നിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പോഴാ ഒരു നിലയിലെത്തിയത്. അദ്ദേഹത്തെ തെറ്റുപറയാനൊന്നുമില്ല. അദ്ദേഹം അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാന്ന് എനിക്കറിയാം. നിന്റെ മനസ്സ് മുഴുവൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നിന്റെ ഭർത്താവാണ്. നിന്നെപ്പോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും. പക്ഷെ എന്താ, അദ്ദേഹം ജോലി ചെയ്ത് സമ്പാദിച്ച് എന്നെ ഹാപ്പി ആയിട്ട് നോക്കണമെന്ന് വിചാരിക്കുന്നു. ഹീസ് എ ഗുഡ് പേഴ്സൺ. എന്നെ ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും നോവിച്ചിട്ടില്ല. നീ നിന്റെ ഗേൾഫ്രണ്ട് രമ്യയെ സംശയിച്ചില്ലേ? പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കൽ പോലും എന്നെ സംശയിച്ചിട്ടില്ല. എന്നിരുന്നാലും എന്താന്ന് വെച്ചാ എനിക്കും ആഗ്രഹങ്ങളുണ്ടാവും. എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ബാറിലേക്ക് പോകും, ക്ലബിലേക്ക് പോകും. അവരെൻജോയ് ചെയ്യുന്നത് ഞാൻ ടി വിയിലോ സിനിമയിലോ കാണും.
എനിക്കും അങ്ങനെയൊക്കെ ആയാൽ കൊള്ളാന്ന് തോന്നാറുണ്ട്. നീ തന്ന ടെൻഷൻ, കെയർ, നിന്റെ സംസാരം, നിന്റെ പ്രവൃത്തി എല്ലാം നിന്നോട് എനിക്ക് അട്രാക്ഷൻ ഉണ്ടാക്കി. പക്ഷേ ഇത് ശരിയല്ല. തിരമാലകൾ എപ്പോഴും കരയൊന്ന് തൊടാൻ വേണ്ടി തുള്ളിക്കൊണ്ടേയിരിക്കും. പക്ഷേ കരയിലെത്തിയാലോ മണലിൽ അലിഞ്ഞു പോകും. വീണ്ടും കടലിലെത്തി കടലിനോട് ചേർന്നാൽ മാത്രമേ അതിന് ജീവൻ കിട്ടൂ. അതുപോലെ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിച്ചാലേ എനിക്കൊരു വാല്യൂം സന്തോഷവും കിട്ടൂ. ആ സത്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇതാ അരുൺ, എന്നോട് ദേഷ്യായോ? നീ എന്നെ മനസ്സിലാക്കണം. നന്നായി മനസ്സിലാക്കി. നീ വരാൻ പറഞ്ഞുകൊണ്ടാ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഇത്രയും നാളും നിന്റെ മനസ്സിൽ നിന്റെ ഭർത്താവ് മാത്രമായിരുന്നു. നിന്റെ ഓരോ വാക്കുകളിലും അയാൾ മാത്രമാണുള്ളത്. അയാളാണ് നിന്റെ ലൈഫ്. അയാളെയാണ് നീ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ സ്ഥാനമില്ല. നിനക്കെന്താ വേണ്ടതെന്നും അറിയാം, അതെങ്ങനെ സാധിക്കണമെന്നും അറിയാം. അതുകൊണ്ട് ഈ സ്നേഹമൊക്കെ നീ അവിടെ കാണിക്കേ. നിനക്ക് എന്താ വേണ്ടതെന്ന് നീ ഓപ്പണായിട്ട് നിന്റെ ഭർത്താവിനോട് പറഞ്ഞാൽ മാത്രമേ നിനക്ക് ആവശ്യമുള്ളത് കിട്ടുകയുള്ളൂ. ഗുഡ് ബൈ. ശാസ്ത്രങ്ങളും ഉണ്ടല്ലോ ഈ ഭൂമിയിൽ. വരും സന്തോഷവും നിലനിന്നിടുമോ പറയൂ മാനവരേ. ജീവിതം ഒരു ചോദ്യം.
എത്ര നേരം ഞാൻ വിളിക്കണം? നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? എന്താ? ഒന്നുമില്ല, ഇന്ന് ഓഫീസിലൊരു സെമിനാർ ഉണ്ടായിരുന്നു. അതിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹു ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് വുമൺ ഇൻ യുവർ ലൈഫ് എന്നായിരുന്നു ആ ചോദ്യം. അതിന് ഓരോരുത്തരും പല രീതിയിലുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ മാത്രം അതെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് വാട്ട് മേക്സ് യുവർ ലൈഫ് സോ സ്ട്രോങ് എന്ന് ചോദിച്ചു. അതുകൊണ്ടാ ഞാൻ തന്നോട് ചോദിക്കണേ, വാട്ട് മേക്സ് യു സോ സ്ട്രോങ് അഞ്ജലി? ഞാൻ ഇത്ര ഇമോഷണലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് താൻ ഒത്തിരൊന്നും പറയാതെ മിണ്ടാതിരിക്കുക. നീ എന്റെ ജീവിതത്തിൽ വന്ന് പിന്നെ ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ വെരി സ്ട്രോങ് ആൻഡ് പെർഫെക്റ്റ് ഹ്യൂമൻ. A woman's strength is a power to say no. What? എവിടെയാ വായിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. കണ്ണി കാണുന്ന സ്ഥലത്തേക്കൊക്കെ മനസ്സ് ചേക്കേറരുത്. അതേപോലെ മനസ്സ് പറയുന്ന ഓരോ വാക്കുകളും മനുഷ്യനും കേൾക്കരുത്. ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നതാണ് ഒരു കുടുംബിനിയെ സ്ട്രോങ് ആക്കുന്നത്. ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവിഹിത ബന്ധങ്ങൾ. ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടി ഭർത്താവിനെ ഭാര്യ, ഭാര്യയെ ഭർത്താവ് കബളിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കുടുംബ ജീവിതത്തെ തന്നെ താറുമാറാക്കുന്നു. ശാരീരിക സുഖം ആഗ്രഹിച്ച് നൊന്തുപെറ്റ സ്വന്തം കുഞ്ഞുങ്ങളെ അവസാനം അവർ തെരുവിൽ ഉപേക്ഷിക്കുന്നു. ഇങ്ങനെ അനാഥരാവുന്ന കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം അവിഹിത ബന്ധമാണ്. ആണും പെണ്ണും അല്പസുഖത്തിനു വേണ്ടി മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് തെറ്റായ വഴി തിരഞ്ഞെടുക്കുമ്പോൾ അത് കൊലപാതകങ്ങൾക്കും പീഡനത്തിനും കാരണമാവുന്നു. ഒരു സാധാരണ മനുഷ്യനായി ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഇതുപോലുള്ള വികാര വിചാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തി നേരായ ജീവിതം നയിക്കേണ്ടതാണ്. ധർമ്മവും ആചാരവും നമ്മുടെ സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് നാം നമ്മുടെ ജീവിത രീതികൾ മാറ്റേണ്ടതാണ്. ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. ജയ് ഹിന്ദ്. ഞാൻ ടീനേജ് പെൺകുട്ടിയൊന്നല്ലോ. നീ എങ്ങനെ ഇരുന്നാലും എന്റെ കണ്ണുകളില് നീ ഒരു ദേവതയായിരിക്കും. വാ, നിനക്ക് നല്ല സൂപ്പർ ഫോട്ടോസ് എടുത്തരാം. വാ. ചെണ്ടുമല്ലിപ്പൂവേ വണ്ടുപോലെ ഞാനും